الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദവാഉ എന്ന കിതാബിൽ കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞത് ദുആ അൻഫഉൽ ഔദിയ, ഏറ്റവും നല്ല ശമനം, ചികിത്സ, മരുന്ന് അത് ദുആ ആണ് എന്ന് പറഞ്ഞു. അതുപോലെ ദുആക്ക് ഉത്തരം ചെയ്യപ്പെടുന്ന സമയങ്ങൾ, അതിൻ്റെ അദബുകൾ എന്നിവ പറഞ്ഞു. എന്നിട്ട് നമ്മൾ അവസാനിപ്പിച്ചത് ദുആ ചെയ്യുമ്പോൾ അതിൽ തവസ്സുലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളും വിശേഷണങ്ങളും തൗഹീദിനെയും മുൻനിർത്തി ദുആ ചെയ്താൽ അത് ഉത്തരം ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ചില ദുആകൾ ഹദീസിൽ വന്നിട്ടുള്ളതാണ് അടുത്തത് കൊടുക്കുന്നത്. ഫമിൻഹ മാ ഫി സുനൻ വസഹീഹ് ഇബ്നു ഹിബ്ബാൻ മിൻ ഹദീസി അബ്ദുല്ലാഹ് ഇബ്നു ബുറൈദ عن أبيه أن رسول الله صلى الله عليه وسلم سمع رجلا يقول, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തി പറയുന്നത് കേട്ടു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബി അന്നി അശ്ഹദു അന്നക അൻത അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത, ഞാൻ ഷഹാദത്ത് ചെയ്യുന്നു നീ അല്ലാഹുവാണ്, നീ അല്ലാതെ ഒരു ഇലാഹില്ല. അൽ അഹദ് അസ്സമദ്, ഏകനായവൻ, സ്വന്തം മറ്റുള്ളവരെ ആശ്രയിക്കാതെ മറ്റെല്ലാവരും ആശ്രയിക്കുന്നവൻ. അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, എങ്ങനെയുള്ളവനാണ്, ജനിച്ചവനുമല്ല അതുപോലെ ഒരു സന്താനവുമില്ല, അവനെ പോലെ മറ്റാരുമില്ല, അങ്ങനെയുള്ളവനാണ് നീ എന്ന് ഒരാൾ പറയുന്നത് കേട്ടു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് സഅല അല്ലാഹ ബിൽ ഇസ്മിൽ അഅ്ളം അല്ലദീ ഇദാ സുഇല ബിഹി ഉഅതിയ വഇദാ ദുഇയ ബിഹി അജാബ, തീർച്ചയായും അവൻ ചോദിച്ചിട്ടുള്ളത്, അല്ലാഹുവിനോട് ചോദിച്ചിട്ടുള്ളത് ഇസ്മുല്ലാഹിൽ അഅ്ളം, അല്ലാഹുവിന്റെ മഹത്തായ നാമം കൊണ്ടാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? ഇദാ സുഇല ബിഹി ഉഅതിയ, അതുകൊണ്ട് ചോദിക്കപ്പെട്ടാൽ നൽകപ്പെടും. വഇദാ ദുഇയ ബിഹി അജാബ, അതുകൊണ്ട് ദുആ ചെയ്താൽ ഉത്തരം ചെയ്യപ്പെടുകയും ചെയ്യും. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അസ്മാഉൽ ഹുസ്ന, ധാരാളം നാമങ്ങളുണ്ട്, ഉത്തമമായിട്ടുള്ള നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ ദുആയിൽ തവസ്സുൽ ചെയ്യാൻ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളതാണ്. അതിൽ തന്നെ ഹദീസിൽ വന്നിട്ടുള്ള നാമമാണ് ഇസ്മുല്ലാഹിൽ അഅ്ളം എന്ന് പറയുന്നത്. അത് ഏതാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. എന്നാലും കൃത്യമായിട്ട് ഹദീസുകൾ ഇന്നതാണ് ഇസ്മുല്ലാഹിൽ അഅ്ളം എന്ന് വന്നിട്ടില്ല. ചിലർ അത് അല്ലാഹ് എന്നുള്ള നാമമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലർ അൽ ഹയ്യ് അൽ ഖയ്യൂം എന്നീ നാമങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലർ ദുൽ ജലാലി വൽ ഇക്റാം എന്ന നാമമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പല അഭിപ്രായങ്ങൾ കാണാം. എന്നിരുന്നാലും ഇങ്ങനെ ഒരു നാമം, അള്ളാഹുവിന്റെ മഹത്തായ നാമം, അത് മുൻനിർത്തി ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്ന കാര്യം അള്ളാഹു നൽകാനും അതുപോലെ തന്നെ ദുആ ഉത്തരം ചെയ്യപ്പെടാനും സാധ്യതയുള്ളതാണ്. ചില പണ്ഡിതന്മാർ ഇസ്മുല്ലാഹിൽ അഅ്ളമിനെ ഒന്നുകൂടി വിശാലമായി പഠിപ്പിച്ചത്, ഒരു മനുഷ്യന്റെ ആവശ്യം എന്താണോ, ഒരു മനുഷ്യൻ ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ അവന്റെ ആവശ്യം എന്താണോ, ആ സമയത്ത് ഏറ്റവും യോജിച്ച നാമം കൊണ്ട് ദുആ ചെയ്യുക. അപ്പോൾ ആ നാമം ആ സമയത്ത് അവന്റെ ഇസ്മുല്ലാഹിൽ അഅ്ളം എന്നതിന്റെ സ്ഥാനത്ത് നിൽക്കും എന്ന് വിശദീകരിച്ചതും കാണാം. അപ്പൊ ഈ ലഫ്ള്, ഇപ്പൊ ഈ പറഞ്ഞ ദുആയിലുള്ള ലഫ്ള്, അതിൽ ഇസ്മുല്ലാഹിൽ അഅ്ളം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പൊ ഇതുകൊണ്ട് ചോദിച്ചാൽ ഉത്തരം ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ നൽകപ്പെടുകയും ചെയ്യും. അപ്പൊ ഇതുപോലെയുള്ള ദുആകൾ നമ്മൾ പഠിക്കണം. ഇതുപോലെ തന്നെ മറ്റൊരു സംഭവം കാണാം. ഫിസ്സുന വസഹീഹ് ഇബ്നു ഹിബ്ബാൻ അയ്ളൻ മിൻ ഹദീസ് അനസ് ഇബ്നു മാലിക് അന്നഹു കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസൻ വറജുലൻ യുസല്ലി, ഒരിക്കൽ അനസ് ഇബ്നു മാലിക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇരിക്കുകയാണ്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയാണ്, അനസ് ഇബ്നു മാലിക് ഒപ്പമുണ്ട്. വറജുലൻ യുസല്ലി, അവിടെ ഒരാൾ നിസ്കരിക്കുന്നുണ്ട്. ثم دعا فقال, നിസ്കാരം കഴിഞ്ഞപ്പോൾ അയാൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലകൽ ഹംദ്, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു നിനക്കാണ് എല്ലാ ഹംദും, ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരു ഇലാഹില്ല,
അൽ മന്നാൻ, നീ മന്നാനാണ്, എല്ലാവിധ മിന്നത്തുകളും നൽകുന്നവനാണ്. ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ്. യാ ദൽ ജലാലി വൽ ഇക്റാം, എല്ലാവിധ ജലാലത്തും എല്ലാവിധ മഹത്വവും എല്ലാവിധ ആദരവും ഉള്ളവനെ. യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിക്കുന്നവനെ, എല്ലാം നിയന്ത്രിക്കുന്നവനെ എന്ന് ഈ ദുആ ചെയ്തു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് സഅല അല്ലാഹ ബിസ്മിഹിൽ അദീം അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ വ ഇദാ സുഇല ബിഹി അഅതാ. ഇവൻ ദുആ ചെയ്തിട്ടുള്ളത് ഇസ്മുല്ലാഹിൽ അഅ്ലം കൊണ്ടാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ ഈ ദുആകൾ നമ്മൾ പഠിക്കണം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലാഹുവിനോട് തേടുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന ലഫ്ളാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വഫീ ജാമിഇ തിർമിദി മിൻ ഹദീസ് അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹ പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇസ്മുല്ലാഹിൽ അഅ്ലം ഫീ ഹാതൈനിൽ ആയതൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്മുല്ലാഹിൽ അഅ്ലം എന്നുള്ളത് ഈ രണ്ട് ആയത്തുകളിലാണ്. എന്നിട്ട് സൂറത്തുൽ ബഖറയിലെ 163-ാമത്തെ ആയത്ത് പാരായണം ചെയ്തു. വ ഇലാഹുക്കും ഇലാഹും വാഹിദ് ലാ ഇലാഹ ഇല്ലാഹു അർറഹ്മാനു അർറഹീം. അതുപോലെ വഫാത്തിഹത്തി ആലി ഇമ്രാൻ, ആലി ഇമ്രാനിന്റെ തുടക്കത്തിലുമാണ് എന്ന് പറഞ്ഞു. അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. ഈ രണ്ടായത്തുകളിലാണ് ഇസ്മുല്ലാഹിൽ അഅ്ലം ഉള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ വേറെയും ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ അർ-റഹ്മാനു റഹീമാണ്, ഹയ്യുൽ ഖയ്യൂമാണ്, ഇലാഹാണ്, അല്ലാഹു ആണ് എന്നെല്ലാം വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു അള്ളാഹുവിന്റെ അസ്മാവുകൾ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് പറയുന്നത്. അപ്പൊ ഇസ്മുല്ലാഹിൽ അഅ്ലം ഉപയോഗിക്കുക എന്നുള്ളത് മഹത്തരമായിട്ടുള്ള കാര്യമാണ്. നാം പറഞ്ഞല്ലോ, നമ്മുടെ ആവശ്യം എന്താണോ ആ സമയത്ത് നാം ഉപയോഗിക്കുന്ന നാമം. ഇപ്പൊ ഒരാൾക്ക് ദാരിദ്ര്യമാണ്, റിസ്ഖില്ല, റിസ്ഖ് ഞെരുങ്ങിപ്പോയിട്ടുണ്ട്, അവൻ റസാഖ് അല്ലെങ്കിൽ റാസിഖ് അല്ലെങ്കിൽ വഹാബ് ഇതുപോലുള്ള നാമങ്ങൾ കൊണ്ട് തേടണം. ഒരാൾ തിന്മകളിൽ അകപ്പെട്ടു പോവുകയാണ്, അവന് ഗഫാർ തവ്വാബ് കൊണ്ട് തേടണം. അങ്ങനെയാണ്. മറ്റൊരു ഹദീസ് വഫീ മുസ്നദിൽ ഇമാം അഹ്മദ് വസഹീഹുൽ ഹാക്കിം മിൻ ഹദീസ് അബീ ഹുറൈറ വഅനസ് ബിൻ മാലിക് വറബീഅത്ത് ബിൻ ആമിർ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല അലിദു ബിയാദൽ ജലാൽ വൽ ഇക്റാം യഅനി തഅല്ലഖു ബിഹാ വഅൽസമുഹാ വദാവിമു അലൈഹാ. അലിദു, നിങ്ങൾ സ്ഥിരമായി ധാരാളമായി നിങ്ങൾ പറയുക, നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തുക, യാദൽ ജലാൽ വൽ ഇക്റാം, യാദൽ ജലാൽ വൽ ഇക്റാം, എല്ലാവിധ മഹത്വവും ഉള്ളവനെ, അതുപോലെ ഇക്റാം എല്ലാവിധ ആദരവും ഉള്ളവനെ എന്ന ഈ ലഫ്ള് യാദൽ ജലാൽ വൽ ഇക്റാം എന്നുള്ളത് നിങ്ങളുടെ ദുആയിൽ നിങ്ങൾ ധാരാളമായി ഉപയോഗിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ദുൽ ജലാൽ വൽ ഇക്റാം എന്നുള്ള പദം ബാക്കിയുള്ള എല്ലാ നാമങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പദമാണ്. ഉദാഹരണത്തിന് സുബ്ഹാനല്ലാഹി വബിഹംദിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നീ ദിക്റുകളുടെ ആശയം വരുന്ന ഒരു വാക്കാണ് യാദൽ ജലാൽ വൽ ഇക്റാം എന്ന് പറയുന്നത്. അപ്പൊ ദുആയിൽ അള്ളാഹുവിനോട് തേടുമ്പോൾ ദുൽ ജലാൽ വൽ ഇക്റാം, യാദൽ ജലാൽ വൽ ഇക്റാം എന്ന് സ്ഥിരമായി നിങ്ങൾ ധാരാളമായി ചൊല്ലുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വഫീ ജാമിഇ തിർമിദി മിൻ ഹദീസ് അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അഹമ്മഹുൽ അംറു റഫഅ റഅസഹു ഇലസ് സമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് എന്തെങ്കിലും ഒരു കാര്യം പ്രധാനപ്പെട്ട ചിന്തയായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പോലെ ഒരു ചിന്തയായിട്ട് വന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് നോക്കും. എന്നിട്ട് ദുആ ചെയ്യുമ്പോൾ ധാരാളമായി പറയും യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന് ധാരാളമായി പറയാറുണ്ടായിരുന്നു. കർബിന്റെ സമയത്തും അഥവാ ഞെരുക്കത്തിന്റെ സമയത്തും എന്തെങ്കിലും വ്യാകുലതകളും എല്ലാം ബാധിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കേണ്ട ഒരു വാക്കായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് യാ ഹയ്യു യാ ഖയ്യൂം. ഇതും യാദൽ ജലാൽ വൽ ഇക്റാം പോലെ തന്നെ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നകൾ എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചു, അൽ ഹയ്യ് എന്നുള്ള നാമം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദാത്തിയായിട്ടുള്ള എന്തെല്ലാം വിശേഷണങ്ങളുണ്ടോ അതുമായി ബന്ധപ്പെട്ട നാമങ്ങളുണ്ടോ അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ദാത്തിയായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അള്ളാഹുവിന്റെ ഇൽമ് അള്ളാഹുവിലുള്ള കാര്യമാണ്, അള്ളാഹുവിന്റെ സമഅ് കേൾവി അള്ളാഹുവിലുള്ള കാര്യമാണ്, അള്ളാഹുവിന്റെ ബസർ അള്ളാഹുവിന്റെ അസ്തിത്വത്തിലുള്ള കാര്യമാണ് കാഴ്ച. അതുപോലെയുള്ള കാര്യങ്ങൾ അതെല്ലാം അൽ ഹയ്യ് എന്നുള്ള നാമത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇനി അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ
അഫ്ആലിയായിട്ടുള്ള കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ. ഇപ്പൊ അള്ളാഹു റിസ്ക് നൽകുന്നു, അള്ളാഹു സൃഷ്ടിക്കുന്നു, അള്ളാഹു മരിപ്പിക്കുന്നു, അങ്ങനെയുള്ള അള്ളാഹു പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം ഖയ്യൂം എന്നുള്ള നാമത്തിനകത്തും ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് നാമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മറ്റെല്ലാ നാമങ്ങളും വിശേഷണങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതാണ് ഇസ്മുല്ലാഹിൽ അഅ്ളം എന്നാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പോലെയുള്ളവരെല്ലാം പറയുന്നത്. മറ്റൊരു ഹദീസ് കാണാം, വഫീഹി അയ്ളൻ മിൻ ഹദീസ് അനസ് ഇബ്നു മാലിക് ഖാല കാന النبي صلى الله عليه وسلم ഇദാ ഹസബഹു അംറുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു കാര്യം ഒരു ഞെരുക്കുണ്ടാക്കി കഴിഞ്ഞാൽ ഖാല പറയുമായിരുന്നു, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ കാരുണ്യം കൊണ്ട് ഞാനിതാ സഹായം ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം ദുആ ചെയ്യാറുണ്ട്. അപ്പോ ഈ ഹയ്യ് ഖയ്യൂം എന്നുള്ള നാമം സഹോദരങ്ങളെ നമുക്ക് എന്തെങ്കിലും ഒരു ബലാവ് ബാധിക്കുമ്പോൾ, ബുദ്ധിമുട്ട് ബാധിക്കുമ്പോൾ, ഞെരുക്കം ബാധിക്കുമ്പോൾ ധാരാളമായി ഉപയോഗിക്കേണ്ട അള്ളാഹുവിന്റെ നാമങ്ങളാണ്. വഫീ സഹീഹ് ഹാക്കിം മിൻ ഹദീസ് അബീ ഉമാമ عن النبي صلى الله عليه وسلم أنه قال اسم الله الأعظم في 3 سور من القرآن. اسم الله الأعظم ഖുർആനിലെ 3 സൂറത്തുകളിലാണ് ഉള്ളത്. അൽ ബഖറ വ ആൽ ഇമ്രാൻ വ ത്വാഹ, ഈ 3 സൂറത്തുകളിലാണ് എന്ന് പറഞ്ഞു കാണാം. അത് അള്ളാഹ് എന്നുള്ള നാമമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അതുപോലെ ഖാസിം ഫൽതമസ്തഹാ ഫഇദാ ഹിയ അൽ ഹയ്യുൽ ഖയ്യൂം, ഈ 3 സൂറത്തുകളിലും ഒരുപോലെ വന്നിട്ടുള്ള അള്ളാഹുവിന്റെ നാമങ്ങൾ അൽ ഹയ്യ് അൽ ഖയ്യൂം എന്നുള്ളതാണ് എന്നും കാണാം. അതുകൊണ്ട് അതാണ് ഇസ്മുല്ലാഹിൽ അഅ്ളം എന്നാണ് ഈ കിതാബിന്റെ മുഅല്ലിഫായിട്ടുള്ള ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് എല്ലാം പറയുന്നത്. എന്തായാലും നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിന്റെ നാമങ്ങളെ ഉപയോഗിച്ച് ദുആ ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതിൽ പ്രധാനപ്പെട്ട യാദൽ ജലാലി വൽ ഇക്റാം, അൽ ഹയ്യ് അൽ ഖയ്യൂം. അതുപോലെ നമ്മുടെ ആവശ്യം എന്താണോ ആവശ്യമുള്ള സന്ദർഭത്തിൽ ആ നാമങ്ങൾ ഉപയോഗിച്ച് ദുആ ചെയ്യുക എന്നുള്ളത് മഹത്തരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഖുർആനിൽ തന്നെ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് എല്ലാം പറയുന്നത് പോലെ ഖുർആനിൽ ഏറ്റവും അധികം അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യം അള്ളാഹുവിന്റെ നാമങ്ങളാണ്. അള്ളാഹുവിനെ അറിയണമെങ്കിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ അറിയണം. ഖുർആൻ എടുത്തു നോക്കി ഒരു പേജ് പോലും ഉണ്ടാവില്ല, ഒരു പേജ് അള്ളാഹുവിന്റെ നാമങ്ങളെ പറ്റി പരാമർശിക്കാതെ. ഖുർആനിൽ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഹുക്ം അള്ളാഹു പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഒരു നാമം കൊണ്ടായിരിക്കും. മറ്റെന്തിനേക്കാളും ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന്റെ നാമങ്ങളാണ്. ഇനി അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും പറ്റി പറയുന്ന ആയത്തുകൾക്കും സൂറത്തുകൾക്കും മറ്റുള്ളതിനേക്കാൾ ശ്രേഷ്ഠതയുമുണ്ട്. ഖുർആനിലെ 3-1 പറയുന്നത് എന്താണ്? സൂറത്തുൽ ഇഖ്ലാസ്, അള്ളാഹുവിന്റെ സിഫത്തുകൾ പറയുന്നതാണ്. ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത് ഏതാണ്? ആയത്തുൽ കുർസി, അള്ളാഹുവിന്റെ വിശേഷണങ്ങളും നാമങ്ങളും പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമങ്ങളെ ധാരാളമായി ചർച്ച ചെയ്യുന്നതാണ്. അതുകൊണ്ട് അത് ഉപയോഗിച്ച് ദുആ ചെയ്യുക എന്നുള്ളത് ദുആന് ഉത്തരം ചെയ്യപ്പെടാൻ കാരണമാകും. അത് ഇനി ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് മറ്റു ചില ദുആകൾ, ഇതുപോലെ എന്തെങ്കിലും ബലാവ് ബാധിക്കുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ഉപയോഗിക്കേണ്ട മറ്റു ചില ദുആകൾ പഠിപ്പിക്കുകയാണ്. وفي جامع الترمذي وصحيح الحاكم من حديث سعد بن أبي وقاص عن النبي صلى الله عليه وسلم قال دعوت ذي النون إذ دعا وهو في بطن الحوت لا إله إلا أنت سبحانك إني كنت من الظالمين إنه لم يدع بها مسلم في شيء قط إلا استجاب الله له. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ദഅവതു ദിന്നൂൻ, ദുന്നൂനിന്റെ പ്രാർത്ഥന. ദുന്നൂൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അന്നൂൻ എന്ന് പറഞ്ഞാൽ അറബിയിൽ മത്സ്യം എന്നാണ് അർത്ഥം. ദു എന്നുള്ള വാക്ക് സ്വാഹിബ് എന്നുള്ള അർത്ഥത്തിനാണ് ഉപയോഗിക്കുക. അപ്പൊ സ്വാഹിബു നൂൻ, മത്സ്യത്തിന്റെ ആള് എന്ന് പറയുന്നത് ആരെയാണ്? യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെയാണ്. അപ്പൊ യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ ദുആ ഇദ് ദഅ വഹുവ ഫീ ബത്നിൽ ഹൂത്, തിമിംഗലത്തിന്റെ മത്സ്യത്തിന്റെ വയറ്റിലായ സമയത്ത് യൂനുസ് നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് ചരിത്രം അറിയുന്നതാണ്. യൂനുസ് നബി അലൈഹി ഇസ്ലാം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ നിന്ന് അത് ഇനി സാധിക്കില്ല എന്ന് തോന്നിയപ്പോൾ നാട് വിട്ടു പോകാൻ ശ്രമിച്ച സമയത്ത് കപ്പലിൽ നിന്ന് കടലിലേക്ക് എറിയപ്പെടുകയും അവിടെ മത്സ്യം വിഴുങ്ങുകയും ചെയ്ത് വലിയൊരു ഞെരുക്കം. അതുപോലെ തന്നെ അത് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, മത്സ്യത്തിന്റെ അകത്തിലുള്ള ഇരുട്ട്, അതുപോലെ കടലിന്റെ ഇരുട്ട്, അതുപോലെ രാത്രിയുടെ ഇരുട്ട്, എല്ലാവിധ അന്ധകാരം നിറഞ്ഞിട്ടുള്ള മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു രക്ഷയും പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത അങ്ങേയറ്റം ഞെരുക്കം അനുഭവിക്കുന്ന സന്ദർഭത്തിൽ യൂനുസ് നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തു. എന്താണ് ദുആ?
സൂറത്തുൽ അംബിയയിലെ 87-ാമത്തെ ആയത്തിൽ അല്ലാഹു അത് പഠിപ്പിച്ചു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നഹു ലം യദ്ഉ ബിഹാ മുസ്ലിമുൻ, ഈ ദുആ കൊണ്ട് ഒരു മുസ്ലിമും ദുആ ചെയ്യുന്നില്ല, ഫീ ഷൈഇൻ ഖത്തു, അവന്റെ എന്തെങ്കിലും ഒരു ആവശ്യത്തിൽ, ഇല്ല ഇസ്തജാബ അല്ലാഹു ലഹു, അല്ലാഹു അവന് ഉത്തരം ചെയ്യാതെ. അതായത് നമുക്കൊരു ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യം മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ലഫ്ലുകൾ കൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അതിന് ഉത്തരം ചെയ്യും. ദുആ നമുക്കറിയാം പ്രധാനമായും 2 രീതിയിലാണുള്ളത്, ദുആ ഉൽ ഇബാദ, ദുആ ഉൽ മസ്അല. ദുആ ഉൽ ഇബാദ എന്ന് പറഞ്ഞാൽ എല്ലാ ഇബാദത്തുകളിലും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ദുആ. അത് നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, സ്വതഖയാവട്ടെ, ഇത് അള്ളാഹു സ്വീകരിക്കണം എന്നുള്ള ഒരു തേട്ടത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുക. ദുആ ഉൽ മസ്അല എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യം എന്താണോ അത് ചോദിച്ചുകൊണ്ടുള്ള ദുആ, അതാണ് ദുആ ഉൽ മസ്അല എന്ന് പറയുന്നത്. ദുആ ഉൽ മസ്അല തന്നെ 2 രീതിയിലുണ്ട്, സീഗത്തുൽ ത്വലബ് ഉണ്ട്, സീഗത്തുൽ ഖബർ ഉണ്ട്. അതായത് കാര്യം എന്താണോ അത് അതുപോലെ പറഞ്ഞുകൊണ്ട് ചോദിക്കുന്ന രീതിക്കാണ് സീഗത്തുൽ ത്വലബ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് സീഗത്തുൽ ഖബറാണ്, നമ്മുടെ ആവശ്യം എന്താണെന്ന് നേരിട്ട് പറയാതെ അതിനെ അറിയിക്കുന്ന മറ്റു പല വാക്കുകളെ കൊണ്ട് തേടുന്നത്, അതാണ് ഈ ദുആ. യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ ദഅവത്തു ദിന്നൂൻ എന്ന് പറയുന്ന ദുആ സീഗത്തുൽ ഖബറിൽ പെട്ടതാണ്. അല്ലാഹു തആല ഉത്തരം ചെയ്യാൻ ഏറ്റവും സാധ്യതയുള്ള ദുആഇന്റെ രൂപം സീഗത്തുൽ ഖബറാണ്. ഇതിലെന്താണ് പറഞ്ഞത്? ഇവിടെ യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ ആവശ്യം എന്താണ്? ആ ഒരു ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടലാണ്, ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടലാണ്. പക്ഷേ യൂനുസ് നബി അലൈഹി ഇസ്ലാം ഈ ദുആഇന്റെ ലഫ്ദ് എന്ത് പറഞ്ഞിട്ടില്ല? എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണമേ, എന്നെ ഇതിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കണമേ എന്നല്ല പറഞ്ഞത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ, അത് സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഈ ദുആയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒന്ന് തൗഹീദാണ്. അള്ളാഹുവിന് തൗഹീദിനേക്കാൾ പ്രിയപ്പെട്ടതായി മറ്റൊന്നുമില്ല. അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചതും സ്വർഗനരകങ്ങളെ സൃഷ്ടിച്ചതും ജിന്നു മനുഷ്യരെ സൃഷ്ടിച്ചതും ഈ തൗഹീദിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ്, അതിന്റെ സവാബ് പ്രതിഫലം നൽകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ തൗഹീദിനെ മുൻനിർത്തി ചോദിക്കുക എന്നുള്ളത് ഏതൊരു ദുആയിലും ആവശ്യമായിട്ടുള്ളതാണ്. അതാണ് ഒന്നാമത്തെ ഭാഗം, ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതൊരു ഇലാഹില്ല, നീ അല്ലാതെ ആരാധിക്കപ്പെടാൻ മറ്റൊരു ഇലാഹില്ല. രണ്ടാമത്തേത് അള്ളാഹുവിന് വളരെയധികം പ്രിയപ്പെട്ടത് അള്ളാഹുവിനെ പുകഴ്ത്തലും വാഴ്ത്തലുമാണ്, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തലാണ്. അതിന്റെ വാക്കാണ് സുബ്ഹാനക് എന്ന് പറയുന്നത്. സുബ്ഹാനക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പറ്റി ആരെങ്കിലും ആരോപിക്കുന്ന എന്തെല്ലാം ന്യൂനതകളും കുറവുകളും ഉണ്ടോ അതിൽ നിന്നെല്ലാം പരിപൂർണമായി പരിശുദ്ധനാണ് അള്ളാഹു. സുബ്ഹാനക് അതും പറഞ്ഞു. മൂന്നാമത്തേത് അടിമ തന്റെ ദുർബലത ബോധ്യപ്പെടുത്തുകയാണ്. ഇഅ്തിറാഫു ദംബ് എന്ന് പറയും. ഒരടിമ തെറ്റ് ചെയ്താൽ ഞാൻ തെറ്റ് ചെയ്തു പോയി, അത് എനിക്ക് പറ്റിപ്പോയ അബദ്ധമാണ് എന്ന് അംഗീകരിക്കൽ അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. അവിടെ യൂനുസ് നബി അലൈഹി സ്വലാം പറഞ്ഞത് എന്താ? ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ ദുൽമ് ചെയ്തവനിൽ അകപ്പെട്ടു പോയി, ഞാൻ ദുൽമ് ചെയ്തവരിൽ വാലിമീങ്ങളിലായിപ്പോയി എന്ന് സ്വന്തം തെറ്റിനെ, കുറവിനെ, ദുർബലതയെ എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് പറയാം. ഇതിലെന്തില്ല? മീന്റെ വയറ്റിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ള വാക്കില്ല. പക്ഷേ ഈ ദുആ അള്ളാഹു ഉത്തരം ചെയ്തിട്ടുണ്ട്. ഫസ്തജാബ ലഹു എന്ന് അള്ളാഹു മറുപടി പറഞ്ഞിട്ടുണ്ട്. ഉത്തരം ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും അതിന്റെ അനന്തര ഫലമായിട്ട് യൂനുസ് നബി അലൈഹി ഇസ്ലാം ഏതൊരു ഖൗമിലേക്കാണോ നിയോഗിക്കപ്പെട്ടത് ആ ഖൗമിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചതാണ്. എന്നിട്ട് അവർക്ക് മുഴുവൻ ഹിദായത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ജനത മാത്രമേ ഉള്ളൂ. ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ അവർ വിശ്വസിക്കില്ല എന്നതിന്റെ പേരിൽ അവരെ റസൂൽ അവരെ വിട്ടിട്ട് പോയിട്ട് പിന്നെ അവർക്കെല്ലാം ഹിദായത്ത് നൽകിയ ഒരു ഖൗമുണ്ടെങ്കിൽ അത് യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം മാത്രമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യൂനുസ് നബിയേക്കാൾ ഞാനാണ് ഉത്തമൻ എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്ന്. യൂനുസ് നബി ചെയ്തത് ഒരു അബദ്ധമായതുകൊണ്ട് തന്നെ അതൊരു കുറവായിട്ടല്ല കണക്ക് കൂട്ടിയിട്ടുള്ളത്, അതിന്റെ അനന്തരഫലം വളരെ വലുതായിരുന്നു. അപ്പൊ ഈ ദുആ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് നമ്മുടെ കർബിന്റെ അവസ്ഥയിൽ, ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ, അല്ലെങ്കിൽ നമുക്ക് അള്ളാഹുവിനോട് എന്തെങ്കിലും ആവശ്യമുള്ള അവസ്ഥയിൽ, എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു പരീക്ഷണത്തിൽ അകപ്പെടുന്ന അവസ്ഥയിൽ ധാരാളമായി നമ്മുടെ നാവിൽ ഉച്ചരിക്കേണ്ട, ആ നമ്മുടെ ആവശ്യം അള്ളാഹുവിനോട് ഖൽബിൽ ഉള്ളിൽ നിറച്ചുകൊണ്ട് ചോദിക്കേണ്ട വാചകങ്ങളാണ്
ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതറിയാത്തവരായിട്ട് നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ഈ ദുആഇന്റെ മറ്റു ചില പ്രത്യേകതകൾ ഹദീസിൽ കാണാം. വഫി മുസ്തദ്റക് അൽ ഹാക്കിം അയ്ളൻ മിൻ ഹദീസ് സഅദ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലാ ഉഖ്ബിറുക്കും ബിശൈഇൻ ഇദാ നസല ബിറജുലിൻ അംറുൻ മുഹിമ്മുൻ ഫദഅ ബിഹി യുഫർരിജുല്ലാഹു അൻഹു. ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഞെരുക്കം ബാധിക്കുകയും അങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യം അറിയിക്കട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുആ ദിന്നൂൻ എന്ന് പറഞ്ഞു. വഫീ സഹീഹി, അതുപോലെ മറ്റൊരു റിവായത്തിൽ കാണാം, അയ്ളൻ അൻഹു അന്നഹു സമിഅ അൻ-നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടു, ഹൽ അദുല്ലുകും അലാ ഇസ്മില്ലാഹിൽ അഅ്ളം, അല്ലാഹുവിന്റെ മഹത്തായ നാമം ഞാൻ അറിയിക്കട്ടെയോ? ഈ ഹദീസ് മത്റൂക്കായതാണ്, വായിക്കുന്നില്ല. വഫീ സഹീഹൈൻ, മറ്റൊരു ഹദീസ്, മറ്റൊരു ദുആ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ദുആ, من حديث ابن عباس أن رسول الله صلى الله عليه وسلم كان يقول عند الكرب, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം വല്ല ഞെരുക്കം, ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അസീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അസീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതിസ് സബ്ഇ വറബ്ബുൽ അർളി റബ്ബുൽ അർശിൽ കരീം. ദുആഉൽ കർബ് എന്നറിയപ്പെടുന്ന മറ്റൊരു ദുആ ആണിത്. എന്തെങ്കിലും മാനസികമായിട്ടുള്ള ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ ചൊല്ലേണ്ട ദുആ ആണ് ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ അസീമുൽ ഹലീം. അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല, അല്ലാഹു അതിമഹത്വമുള്ളവനാണ്, അതുപോലെ ഹലീമാണ്, ഹിൽമുള്ളവനാണ്, അങ്ങേയറ്റം അവധാനതയുള്ളവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അസീം, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ അർശിന്റെ റബ്ബാണ്. ഈ അർശിന്റെ റബ്ബ് എന്നുള്ള ലഫ്ദ് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടിയാണ് എന്ത്? അർശ്. അർശിനേക്കാൾ വലിയ ഒരു സൃഷ്ടിയില്ല, ഏറ്റവും വലിയ സൃഷ്ടിയാണ് അർശ്. അപ്പൊ അർശിന്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ മറ്റെല്ലാത്തിന്റെയും റബ്ബ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതിസ് സബ്ഇ വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. അല്ലാഹു അല്ലാതെ ഇലാഹില്ല, ഏഴ് ആകാശത്തിന്റെയും ഭൂമിയുടെയും കരീമായ അർശിന്റെയും റബ്ബാണ് എന്ന ഈ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഇത് നമ്മൾ പരിശീലിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഞെരുക്കമുള്ള സന്ദർഭത്തിൽ ഇതൊന്ന് നമ്മൾ ചെയ്തു നോക്കിയാൽ അതിന്റെ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ മാറ്റം, നമ്മുടെ ഖൽബിനുണ്ടാകുന്ന മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ മറ്റൊരു ലഫ്ള് കാണാം, വഫീ മുസ്നദിൽ ഇമാം അഹ്മദ് മിൻ ഹദീസ് അലി ഇബ്നു അബീ ത്വാലിബ് ഖാല അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ നസല ബി കർബുൻ അൻ അഖൂല. അലി റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പഠിപ്പിച്ചു, എന്തെങ്കിലും ഒരു ഞെരുക്കം ബാധിച്ചു കഴിഞ്ഞാൽ പറയാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി വ തബാറകല്ലാഹു റബ്ബുൽ അർശിൽ അസീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, ഹലീമാണവൻ, കരീമാണവൻ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരിശുദ്ധനാണ്. വ തബാറകല്ലാഹ്, എല്ലാവിധ ബറക്കത്തും നിറഞ്ഞവനാണ്. റബ്ബുൽ അർശിൽ അസീം, മഹത്തായ അർശിന്റെ റബ്ബാണ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാവിധ ഹംദും അല്ലാഹുവിനുള്ളതാണ്. അപ്പൊ സഹോദരങ്ങൾ, ഇതുപോലെ ദുആകൾ ഹദീസുകൾ വന്നിട്ടുണ്ട്. പല ആളുകൾക്കും ഇന്നറിയില്ല, മുസ്ലിമീങ്ങൾ, അവർക്ക് ഇതറിയില്ല. അവർക്ക് എന്തെങ്കിലും ഒരു ഞെരുക്കം ബാധിച്ച് അവരുടെ ജീവിതം ഒരു അസ്വസ്ഥമാവുമ്പോഴേക്കും ഏതെങ്കിലും ഒരു സൈക്യാട്രി ഡോക്ടറെ കാണിച്ച് അതിനുള്ള ഗുളികൾ കഴിച്ച് അതുകൊണ്ടുള്ള അനന്തരഫലം പിന്നെ അനുഭവിക്കേണ്ടി വരികയാണ്. ഖൽബിന്റെ രോഗങ്ങൾക്ക് ഖുർആനിനേക്കാളും അള്ളാഹുവിനോടും ദുആഇനേക്കാളും നല്ല ശിഫ ഇല്ല മനസ്സിന്റെ രോഗങ്ങൾക്ക്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾക്ക് ഞെരുക്കങ്ങൾ ദുനിയാവിൽ ഉണ്ടാവാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ദുനിയാവിൽ എന്തെങ്കിലും ഞെരുക്കങ്ങൾ ഉണ്ടാകാതെ സുഗമമായി പോവുക എന്നുള്ളത് ദുനിയാവിന്റെ നിയമത്തിൽപ്പെട്ട കാര്യമല്ല. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ബലാ നിറഞ്ഞതാണ്. പക്ഷെ ആ സന്ദർഭത്തിൽ നമ്മൾ എത്രത്തോളം അള്ളാഹുലേക്ക് മടങ്ങുന്നു, അള്ളാഹുലേക്ക് അടുക്കുന്നു എന്നതാണ് വിഷയം. ഇനി ഈ വിഷയത്തിൽ വന്ന മഹത്തായിട്ടുള്ള ഒരു ദുആ ആണ്. ഈ ദുആവിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നെ ആ ഒരു അർത്ഥത്തിലാണ്. വഫി മുസ്നദിഹി
ഹാക്കിം ഇബ്നു ഹിബ്ബാൻ അതുപോലെ അബൂ യഅല ഇബ്നു സുന്നി തബ്റാനി എന്നിവർ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. മിൻ ഹദീസ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അസാബ അഹദുൻ ഖത്തു ഹമ്മുൻ വലാ ഹുസ്നുൻ. ഒരാളുമില്ല അവന് ബാധിക്കാണ് ഹമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഭാവി കാലത്തെ കുറിച്ചുള്ള പേടിക്കാണ് ഹമ്മ് എന്ന് പറയാം. വലാ ഹുസ്നുൻ, ഹുസ്ന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള ദുഃഖത്തിനാണ് ഹുസ്ന എന്ന് പറയാം. ഇതൊരാൾക്ക് ബാധിക്കുന്നില്ല. അവൻ എന്നിട്ട് ആ സമയത്ത് പറയാണ്, ഫഖാല, അവൻ പറയും, അല്ലാഹുമ്മ ഇന്നി അബ്ദുക്, അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ്. ഇബ്നു അബ്ദിക്, നിന്റെ അടിമയുടെ മകനാണ്. ഇബ്നു അമതിക്, നിന്റെ അടിമ സ്ത്രീയുടെ മകനാണ്. നാസിയതി ബിയദിക്, എന്റെ കുടുമ, എന്റെ നിയന്ത്രണം മുഴുവൻ നിന്റെ കയ്യിലാണ്. മാളിൻ ഫിയ ഹുക്മുക്, നിന്റെ വിധിയാണ് എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ളത്. അദ്ലുൻ ഫിയ ഖദാഉക്, നീ വിധിച്ചതെല്ലാം ഏറ്റവും നീതിപൂർവമാണ്. അസ്അലുക അല്ലാഹുമ്മ ബികുല്ലി ഇസ്മിൻ ഹുവ ലക്, ഞാൻ നിനക്കുള്ള എല്ലാ നാമം കൊണ്ടും ഞാൻ നിന്നോട് തേടുകയാണ്, അഥവാ അതിനെ മുൻനിർത്തി തേടുകയാണ്. സമ്മൈത ബിഹി നഫ്സക്, നീ നിന്റെ സ്വന്തത്തിന് വെച്ചിട്ടുള്ള നാമങ്ങൾ. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, അല്ലെങ്കിൽ നിന്റെ ഏതെങ്കിലും ഒരു സൃഷ്ടി, ഒരു മലക്കിനോ ഒരു നബിക്കോ നീ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ഔ അൻസൽതഹു ഫി കിതാബിക്, അതല്ലെങ്കിൽ നിന്റെ കിതാബിൽ ഇറക്കിയിട്ടുള്ളത്. ഔ ഇസ്തഅ്സർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക്, അല്ലെങ്കിൽ നിന്റെ അദൃശ്യമായ ജ്ഞാനത്തിൽ നീ മറച്ചു വെച്ചിട്ടുള്ളത്. അൻ തജ്അലൽ ഖുർആനൽ അദീമ റബിയ ഖൽബി, അത് മുൻനിർത്തി ഞാൻ തേടുന്നത് ഖുർആനിനെ എന്റെ ഖൽബിന്റെ വസന്തമാക്കണമേ. വനൂറ സദ്രി, എന്റെ നെഞ്ചിന്റെ പ്രകാശമാക്കണമേ. വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി, എന്റെ ദുഃഖങ്ങളെ ഒഴിവാക്കുന്ന, എന്റെ ഭയപ്പാടുകളെ ഇല്ലാതാക്കുന്നതാക്കി നീ മാറ്റണമേ. എന്നിട്ട് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇല്ലാ അദ്ഹബല്ലാഹു അസ്സ വജല്ല ഹമ്മഹു വഹസനഹു വഅബ്ദലഹു മകാനഹു ഫർഹ. ഇത് ദുആ ചെയ്താൽ അവന്റെ വിഷമം എന്താണോ, അവന്റെ ദുഃഖം എന്താണോ, അതിനെ അള്ളാഹു ഒഴിവാക്കുകയും അതിന് പകരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനെ വെക്കും, സന്തോഷത്തെ ആക്കുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഈ ദുആ പഠിപ്പിച്ചപ്പോ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അല്ലാ നതഅല്ലമുഹ, ഞങ്ങളത് പഠിക്കട്ടെ ചോദിച്ചു. അപ്പൊ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബലാ യംബഗി ലിമൻ സമിഅഹാ അയ്യതഅല്ലമഹാ, ആരാണോ ഇത് കേൾക്കുന്നത് അവനത് പഠിക്കണം. ആരാണോ ഇത് കേൾക്കുന്നത് അവനത് പഠിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ ഞെരുക്കങ്ങളിൽ അനുഭവിച്ചിട്ടുള്ള ആളുകൾ ഈ ദുആ കൊണ്ട് ഏറ്റവും വലിയ സമാധാനം കണ്ടെത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ പഠിച്ചിരിക്കേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇത് കേട്ട ആളുകൾ അത് പഠിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൽ പഠിച്ചിരിക്കേണ്ട ഒരു ദുആ ആണിത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറ്റൊരു അസർ കൂടി കൊടുക്കുന്നുണ്ട്, മാ കറബ നബിയ്യും മിനൽ അംബിയാ ഇല്ലാ ഇസ്തിഗാസ ബിത്തസ്ബീഹ്, ഒരു നബിക്കും എന്ത് ബാധിച്ചിട്ടില്ല, എന്തെങ്കിലും ഒരു ഞെരുക്കം ബാധിച്ചിട്ടില്ല തസ്ബീഹ് കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടാതെ, അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടും പുകഴ്ത്തിക്കൊണ്ടും സഹായം തേടാതെ. അപ്പൊ ദുആഇന്റെ ബാബിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ ദുആകൾ, ഒരു ഞെരുക്കം ബാധിക്കുന്ന പരീക്ഷണത്തിൽ അകപ്പെട്ട ഒരു വ്യക്തി ചൊല്ലേണ്ട ദുആകൾ കുറച്ച് കൊടുത്തു. ഇനി അടുത്ത ഫസ്ല് പറയുന്നത് മിൻ അസ്റാരി ദുആ, ദുആഇന്റെ രഹസ്യത്തിൽപ്പെട്ടത്, ദുആഇന്റെ രഹസ്യത്തിൽപ്പെട്ട കാര്യമാണ് അടുത്തത് പറയുന്നത്. ഇതിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറയുന്ന വിഷയം, വകസീറൻ മാ നജ്ദു അദ്ഇയതൻ ദആ ബിഹാ ഖൗമുൻ ഫസ്തജീബ ലഹും വയകൂനു ഖദ് ഇഖ്തറന ബിദ്ദുആഇ ളറൂറത്തു സാഹിബിഹി വഇഖ്ബാലുഹു അലല്ലാഹ്. ദുആ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ ദുആഇന് ഉത്തരം ചെയ്യപ്പെടാനുള്ള പ്രധാന കാരണം എന്നുള്ളത് അവൻ അള്ളാഹുവിലേക്ക് മുന്നിടുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിലേക്ക് മുന്നിടുന്നു എന്നുള്ളതാണ്. അതായത് ചില ആളുകൾക്ക് ഇപ്പൊ രോഗത്തിന് ചികിത്സിക്കുന്ന പോലെ ഒരു 3-4 ആളുകൾക്ക് ഒരേ രോഗം ബാധിച്ചു, ഒരേ മരുന്ന് കൊടുത്തു. ചില ആളുകൾക്ക് അതിൽ രോഗം മാറിയേക്കാം, ചിലർക്ക് അത് മാറുന്നില്ല. അപ്പൊ മരുന്നൊന്നാണ്, രോഗം ഒന്നാണ്, പക്ഷെ അവിടെ രോഗം മാറുന്നില്ല. എന്താണ് കാരണം? അതുപോലെയാണ് ദുആ. ചില ആളുകൾ അവർ ഈ ദുആ ചെയ്യുന്നുണ്ടെങ്കിലും അതിനകത്തുള്ള ദുആഇന്റെ രഹസ്യം എന്താണ്, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പലർക്കും മനസ്സിലാകുന്നില്ല എന്നാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്. കാരണം ദുആ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ഉണ്ടായിരിക്കേണ്ട കാര്യം സിദ്ഖുൽ ഇൽതിജാഇ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് സത്യസന്ധമായിട്ട്
പൂർണ്ണമായി ആശ്രയിച്ച് അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ് എന്നുള്ള നിലക്ക് മടങ്ങലാണ് അവിടെ ആവശ്യം. അതാണ് അവിടെ ഉണ്ടാവേണ്ടത്. എന്നാൽ മാത്രമേ ആ ദുആഇന്റെ അനന്തരഫലം കാണുകയുള്ളൂ. അല്ലാതെ മറ്റാരെങ്കിലും ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് സാധിക്കില്ല. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വമിൻ ഹാദാ അന്നഹു ഖദ് യത്തഫഖ ദുആഹു ബിൽതിറാരി ഇൻദ ഖബ്രിൻ ഫയുജാബ്. ചില ആളുകൾ പറയപ്പെടാറുണ്ട്, ഇന്ന ആളുടെ ഖബറിന്റെ അടുക്കൽ പോയിട്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യപ്പെടും. ഖബറാളിയോട് പ്രാർത്ഥിക്കുന്നതല്ല, ഇന്ന ഒരു സ്വാലിഹായ വ്യക്തിയുടെ ഖബറിന്റെ അടുത്ത് നിന്ന് അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യപ്പെടും. ഫയളുന്നുൽ ജാഹിലു അന്ന സിർറ ലിൽ ഖബർ. ജാഹിലായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് അവിടെ രഹസ്യം ഖബറാണ് എന്നുള്ളതാണ്. ഖബറാണ് പ്രത്യേകത മനസ്സിലാക്കുക. പക്ഷെ അങ്ങനെയല്ല. പല ഉലമാക്കളുടെയും തർജ്ജമ ജീവചരിത്രം എഴുതുന്നിടത്ത് ചിലർ എഴുതുന്നത് കാണാം, അവസാനത്തിൽ എഴുതും വദുആഉ ഇൻദ ഖബ്രിഹി മുസ്തജാബു. ഇദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുക്കലുള്ള ദുആ ഉത്തരം ചെയ്യപ്പെടുന്നതാണ്. എന്നാൽ ദുആഇന്റെ രഹസ്യം അതല്ല. ദുആഇന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ വലം യഅലം അന്ന സിർറ ലിൽതിറാരി വസിദ്ഖിൽ ലജ്ഇ ഇലല്ലാഹി തആല. അള്ളാഹുവിലേക്ക് സത്യസന്ധമായി ഖൽബ് കൊണ്ട് ആവശ്യക്കാരനായി മടങ്ങുക എന്നുള്ളതാണ് ദുആഇന്റെ രഹസ്യം. അല്ലാതെ ഇന്ന ആളുടെ ഖബറിന്റെ അടുക്കലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടോ അല്ല. സത്യസന്ധമായിട്ടുള്ള മടക്കം ഖൽബ് കൊണ്ടുണ്ടാകണം. അടുത്ത ഫസ്ൽ പറയുന്നത് അദ്ദുആഉ കസ്സിലാഹി. ദുആ എന്നുള്ളത് ഒരു ആയുധം പോലെ, ഒരു വാൾ പോലെയാണ്. വൽ അദ്ഇയതു വതഅവ്വുദാതു ബിമൻസിലത്തി സിലാഹ്. അള്ളാഹുവിനോടുള്ള ദുആവും അള്ളാഹുവിനോടുള്ള രക്ഷ തേടലും ഒരു വാള് പോലെ, ഒരു ആയുധം പോലെയാണ്. വസ്സിലാഹു ബിദാരിബിഹി ലാ ബിഹദ്ദിഹി ഫഖത്ത്. വാള് എന്നുള്ളത് മൂർച്ചയുള്ളോട് മാത്രം എന്താവൂല, നല്ല മൂർച്ചയുള്ള വാളുണ്ട് എന്നുള്ളത് കൊണ്ട് അതിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവോ? ഇല്ല. അത് എങ്ങനെ ഉപയോഗിക്കുന്നു, അതെങ്ങനെ അതിനെ ഉപയോഗിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാവുക. فمتى كان السلاح سلاحا تاما لا آفة به والساعد ساعد قوي والمانع مفقود حصلت به النكاية في العدو ومتى تخلف واحد من هذه الثلاثة تخلف التأثير. ആ ഒരു വാള് അതിന് മൂർച്ചയുണ്ടാകണം, അതുപോലെ തന്നെ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അറിയണം, അത് യഥാർത്ഥ രൂപത്തിൽ കൊള്ളേണ്ടത് കൊള്ളിക്കാനും അറിയണം. ഈ 3 കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ് അവിടെ അതിന്റെ റിസൾട്ട് ഉണ്ടാവുക. അതല്ലെങ്കിൽ അതിന്റെ അനന്തരഫലം നമുക്ക് യഥാർത്ഥത്തിൽ കാണാൻ സാധിക്കില്ല. എന്നിട്ട് പറയാണ് ഫഇദാ കാന ദുആഉ ഫീ നഫ്സിഹി ഗൈറ സാലിഹിൻ. ആ ദുആ എന്നുള്ളത് തന്നെ നല്ലൊരു കാര്യത്തിനല്ല എന്നുണ്ടെങ്കിൽ അത് ഗുണം ചെയ്യില്ല. ഔ ദാഇ ലം യജ്മഅ ബൈന ഖൽബിഹി വലിസാനിഹി ഫി ദുആ. നീ ദുആ ചെയ്യുന്നവൻ അവന്റെ നാവിനെയും ഖൽബിനെയും ഒരുമിപ്പിച്ചില്ല എങ്കിൽ ദുആഇന് ഗുണമുണ്ടാവില്ല. ഔ കാന തമ്മ മാനിഉ മിനൽ ഇജാബ ലം യഹ്സുൽ അസർ. ആ ദുആ തടയപ്പെടുന്ന മറ്റെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അപ്പോഴും അനന്തരഫലം ലഭിക്കില്ല. അതായത് ദുആ എന്നുള്ള വാള് അത് മൂർച്ച മാത്രം പോരാ, അത് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയണം, അത് എവിടെ കൊള്ളിക്കണം എന്നറിയണം. എന്നാൽ മാത്രമേ അത് ഉത്തരം ചെയ്യുകയുള്ളൂ. അതിന് തടസ്സമായിട്ടുള്ള ഇതുപോലെയുള്ള പല കാര്യങ്ങൾ വന്നാൽ ദുആ കൊണ്ട് ഗുണം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അടുത്ത ഫസ്ല് വളരെ അറിയപ്പെട്ട ഒരു മസ്അലയാണ് ബൈന ദുആഇ വൽ ഖദർ. ഖദറും ദുആവുമായിട്ടുള്ള ബന്ധം. അള്ളാഹുവിന്റെ മുൻകഴിഞ്ഞു പോയിട്ടുള്ള ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷം മുമ്പ് അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള, ലൗഹുൽ മഹ്ഫൂദ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഖദറും അതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വഹാ ഹുനാ സുആലുൻ മശ്ഹൂറുൻ. ഇത് അറിയപ്പെട്ട ഒരു ചോദ്യമാണ്, ഒരു മസ്അലയാണ്. ഈ ഖദർ അത് എല്ലാം തീരുമാനിക്കപ്പെട്ടതാണെങ്കിൽ പിന്നെ ഇത് ചോദിക്കേണ്ട, അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സവാഉൻ സഅലഹുൽ അബ്ദു ഔ ലം യസ്അൽ. ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ഒരുപോലെയല്ലേ, അള്ളാഹു ഖദറാക്കിയതല്ലേ സംഭവിക്കുകയുള്ളൂ എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയാണ് ഫവന്ന ത്വായിഫത്തുൻ സിഹ്ഹത ഹാദ സുആൽ ഫതറക ദുആ. ചില കൂട്ടർ ഈ ചോദ്യം ശരിയാണെന്ന് വെച്ച് അവർ ദുആ ഒഴിവാക്കും. അവർ പറയും ലാ ഫായിദത ഫീ. ദുആ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, ദുആ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഖദറാക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇവർ ഏറ്റവും വലിയ വഴികേടിലാണ്, ജഹലിലാണ് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാം. അവരോട് ഇങ്ങനെയുള്ള ഇത് പറയുന്ന ആളുകളോട് നമുക്ക് ചോദിക്കേണ്ട ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയുഖാലു ലിഅഹദിൻ, ചോദിക്കേണ്ടത് ഇൻ കാന ശിബഉ വദ്ദിയു ഖദ് ഖുദ്ദിറ ലക് ഫലാ ബുദ്ദ മിൻ വുഖൂഇഹിമാ. വിശക്കുക, ദാഹിക്കുക എന്നുള്ള അവസ്ഥ എന്തായാലും എന്താണ്, ഖദറാക്കപ്പെട്ട കാര്യമാണ്, എന്തായാലും സംഭവിക്കും. അകൽത ഔ ലം തഅകുൽ. നീ കഴിക്കോ, ഭക്ഷണം കഴിക്കോ കഴിക്കാതിരിക്കോ, എന്തായാലും വിശപ്പ് ഇതും തീരുമാനിക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ വിശപ്പില്ലാതിരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു പട്ടിണി ഇല്ലാതിരിക്കാൻ നീ ഭക്ഷണം കഴിക്കോ കഴിക്കാതിരിക്കോ. വഇല്ലം യുഖദ്ദിറ ലം യഖഅ അകൽത ഔ ലം തഅകുൽ. നീ അത് വിധിച്ച കാര്യമാണെങ്കിൽ നീ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും അത് വരുമല്ലോ.
വിശപ്പുണ്ടാവുക എന്നുള്ളത് എന്തായാലും വിധിച്ച കാര്യമാണ്. പിന്നെ നീ എന്തിനാ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം? അത് വിധിക്കപ്പെട്ടതാണെങ്കിൽ അത് എന്തായാലും സംഭവിക്കും, പിന്നെ നിനക്ക് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അവരോട് ചോദിച്ചാൽ അവർക്ക് ഉത്തരം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നിനക്ക് കുട്ടി ഉണ്ടാവണം എന്ന് തീരുമാനിക്കപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ പിന്നെ നീ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് നിനക്ക് ഒഴിവാക്കിക്കൂടെ? അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. നിനക്ക് തീരുമാനിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അപ്പോഴും നീ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് വിവാഹ ബന്ധമോ ഒരു സ്ത്രീ പുരുഷ ബന്ധമോ അതിന്റെ ഒന്നും ആവശ്യം നിനക്ക് വരുന്നില്ല. കുറെ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവരുടെ ഈ വാദം ഏറ്റവും വലിയ അബദ്ധമായിട്ടുള്ള കാര്യമാണ്. ഒരു മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത കാര്യമാണ് ഖദറാക്കി എന്നതുകൊണ്ട് ദുആ ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളത്. കാരണം ജന്തുജീവജാലങ്ങൾ പോലും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള സബബുകൾ സ്വീകരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വാദങ്ങൾ പറയുന്നവർ ഒരു മൃഗത്തിനേക്കാളും ബുദ്ധിയില്ലാത്ത ആളുകളാണ് എന്ന് പറയാണ്. എന്ത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, മറ്റു ചിലർ ഈ വിഷയത്തിൽ പറയുന്ന ഒരു വാദം, അഥവാ ദുആവും ഖദറുമായി ബന്ധത്തിൽ പറയുന്ന മറ്റു ചിലർ പറയുന്ന വാദം, അവർ ഇവരെക്കാൾ കുറച്ചുകൂടി ബുദ്ധിയുള്ളവരാണ്. അവർ പറയും അൽ ഇസ്തിഗാലു ബിദ്ദുആഇ മിൻ ബാബി തഅബ്ബുദിൽ മഹ്ദി യുസീബുല്ലാഹു അലൈഹി ദാഇ മിൻ ഗൈരി അൻ യകൂന ലഹു തഅസീറുൻ ഫിൽ മത്ലൂബി വജ്ഹിൻ മാ. ദുആ ചെയ്യുക എന്നുള്ളത് വേറൊരു ഇബാദത്താണ്. അതിന് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായിക്കൊള്ളണമെന്നോ ഇല്ല എന്നോ ഇല്ല. ദുആ ചെയ്യുക എന്നുള്ളത് വേറെ ഇബാദത്താണ്. ആ ദുആ ചെയ്തതിന് വേറെ പ്രതിഫലം കൊടുക്കും. പക്ഷേ അത് ബന്ധപ്പെട്ട് കിട്ടുന്ന കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അത് വേറൊരു കാര്യമാണെന്ന് പറഞ്ഞേ കാണാം. ഈ ആളുകൾ യഥാർത്ഥത്തിൽ പറഞ്ഞ എന്താണ്? ദുആ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരുപോലെയാണ്, സംഭവം അവിടെ നടക്കും. പക്ഷെ ദുആ വേറൊരു ഇബാദത്താണ്. അപ്പൊ അത് ദുആ ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപോലെയാണ് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. എന്നാൽ മറ്റ് ചില ആളുകൾ, ഇവരെക്കാൾ ഒന്നുകൂടി ബുദ്ധിയുള്ള ആളുകൾ, അവർ പറയുന്ന വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൽ ദുആഉ അലാമത്തുൻ മുജറദത്തുൻ നസബഹു അല്ലാഹു സുബ്ഹാനഹു അമാറതൻ അലാ ഖദാഇൽ ഹാജ. ഒരാളുടെ ആവശ്യം പൂർത്തീകരിക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുന്ന ഒരു അടയാളമാണ് ദുആ. അതായത് ഫമതാ വഫഖല്ലാഹു അൽഅബ്ദ ലിദ്ദുആഇ കാന ദാലിക അലാമതൻ ലഹു വഅമാറതൻ അലാ അന്ന ഹാജതഹു ഖദ് ഖുദിയത്. ഒരു കാര്യം, അവന്റെ ആവശ്യമുള്ള ഒരു കാര്യം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു അടയാളമായിട്ടുള്ള കാര്യമാണ് ദുആ ചെയ്യുക. അതായത് ദുആ ചെയ്തുകൊണ്ട് ഇത് കിട്ടി എന്നുള്ളതല്ല, ഇതവിടെ തീരുമാനിക്കപ്പെട്ടതാണ്. പക്ഷെ അതിന്റെ ഒരു അടയാളമായിട്ടാണ് ദുആ ചെയ്തത്. ഉദാഹരണത്തിന് ഇപ്പോ ആകാശത്ത് കാർമേഘങ്ങൾ നിറഞ്ഞു മൂടുന്നത് എന്തിന്റെ അടയാളമാണ്? മഴ വരുന്നത് എന്തിന്റെ അടയാളമാണ്? അതുപോലൊരു അടയാളം മാത്രമാണ് എന്ന് പറയുന്ന ആളുകൾ. ഉദാഹരണത്തിന് അവരുടെ വാദത്തിന്റെ ഒരു അപകടം പറഞ്ഞു കഴിഞ്ഞാൽ, പ്രതിഫലം നൽകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അള്ളാഹിനെ ആളുകൾ അനുസരിക്കുന്നത്, ശിക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ തെറ്റ് ചെയ്യുന്നത്, അല്ലാതെ ഇതും അതുമായിട്ടൊരു ബന്ധവുമില്ല, അത് ഒരു അടയാളം മാത്രമാണ് എന്ന് നിലക്ക് പറയാം. ഇങ്ങനെ ആളുകൾ യഥാർത്ഥത്തിൽ പറയുന്നത് ഒരു സാധനം പൊട്ടിക്കലും ആ സാധനം തന്നെ പൊട്ടലും ഒരുപോലെയാണ്, അല്ലെങ്കിൽ ഒരു സാധനം കത്തിക്കലും തന്നെ കത്തിപ്പിടിക്കലും ഒരുപോലെയാണ്. അതായത് പ്രത്യേകിച്ച് വേറൊരു ഫലവും ദുആഇന് അതിലില്ല എന്ന് വാദിക്കുന്നവരാണ്. എന്നാൽ ഇതെല്ലാം തെറ്റായിട്ടുള്ള പിഴച്ച വാദങ്ങളാണ്. വസ്സവാബ്, ഈ വിഷയത്തിൽ ശരിയായിട്ടുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? വഹുവ അന്ന ഹാദൽ മുഖദ്ദറ ഖുദ്ദിറ ബിഅസ്ബാബിൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് ഖദറാക്കിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സബബുകളുടെ അടിസ്ഥാനത്തിലാണ്, കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ഇപ്പൊ നമ്മള് വിശപ്പ് മാറണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താണ്? ഭക്ഷണം കഴിക്കണം. ഒരു കുട്ടി ജനിക്കണം, അതിനുള്ള കാരണം എന്താണ്? ഒരു ഭാര്യാഭർത്തൃ ബന്ധം അവിടെ ഉണ്ടായിരിക്കണം, ഒരു സ്ത്രീ പുരുഷ ബന്ധം അവിടെ ഉണ്ടായിരിക്കണം. അതാണ് അള്ളാഹു ഇവിടെ വെച്ചിട്ടുള്ള സബബ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന് ഈ സബബ് നിർബന്ധമല്ല. അള്ളാഹുവിന് കാര്യം നടത്താൻ ഈ സബബ് നിർബന്ധമല്ല. ഈസാ നബി അലൈഹി സ്വലാം ജനിച്ചിട്ടുണ്ട്, പക്ഷെ അള്ളാഹു ദുനിയാവിൽ വെച്ചിട്ടുള്ള സബബുകൾ അങ്ങനെയാണ്. വമിൻ അസ്ബാബിഹി അദ്ദുആ, അതുപോലെ കാര്യം നടക്കാനുള്ള ഒരു സബബാണ് ദുആ എന്ന് പറയുന്നത്. ഫലം യുഖദ്ദറ മുജറദൻ അൻ സബബിഹി വലാകിൻ ഖുദ്ദിറ ബിസബബിഹി. അല്ലാഹു തആല ചില കാര്യങ്ങൾ അവിടെ ഖദറാക്കിയിട്ടുള്ളത് അതിന്റെ സബബായ ദുആ കൊണ്ടാണ്. എളുപ്പമാണ് മനസ്സിലാക്കാൻ. ഇപ്പോ ഭക്ഷണം വിശക്കുന്നവൻ അവൻ ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുന്നുണ്ട്. അപ്പൊ വിശപ്പ് മാറാനുള്ള സബബ് എന്താണ്? ഭക്ഷണം കഴിക്കലാണ്. അപ്പൊ ചില കാര്യങ്ങൾ ഈ ദുനിയാവിൽ ഒരാൾക്ക് നേടാൻ ലഭിക്കാൻ അള്ളാഹു വെച്ചിട്ടുള്ള സബബ് എന്താണ്? ദുആ ആണ്. അള്ളാഹു വെച്ചിട്ടുള്ള സബബ് ദുആ ആണ്.
അതാണ് ഇവിടെ പറഞ്ഞത്. എപ്പോഴാണോ ഒരു അടിമ ഈ സബബ് കൊണ്ട് വരുന്നത് അവിടെ ഖദറാക്കപ്പെട്ട് സംഭവിക്കും. എളുപ്പത്തിൽ മനസ്സിലാക്കാണ്. ഇപ്പോ രോഗം വന്നാൽ നമ്മൾ ഭൗതികമായിട്ടുള്ള അതിന് സബബായിട്ട് അതിന് ചികിത്സ ചെയ്തു, മരുന്ന് കഴിച്ചു, രോഗം മാറി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ആ രോഗം ശിഫ ആവാനുള്ള സബബായിട്ട് ഈ മരുന്ന് കഴിച്ചു, രോഗം മാറി. അതുപോലെ തന്നെ ഒരാൾ രോഗം വന്നു, അയാൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു, ആ രോഗം മാറി. അപ്പോ രോഗത്തിന് മരുന്ന് കഴിച്ചതുപോലെ ഒരു സബബാണ് ഈ ദുആ എന്നുള്ളത്. മരുന്ന് പോലെ തന്നെയുള്ള സബബാണ് ദുആ. നമുക്ക് മരുന്ന് എന്നുള്ളത് അതിന്റെ ഫലം നമ്മൾ ശരീരത്തിൽ കാണുന്നു, അതിന്റെ അനന്തരഫലം അറിയുന്നു. അതുകൊണ്ട് നമുക്ക് എന്താവുന്നുണ്ട്? അതിൽ സമാധാനവും വിശ്വാസവും കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ദുആ അതിനേക്കാൾ ശക്തമാണ് ദുആ എന്നുള്ളത്. നമുക്കത് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മുടെ വിശ്വാസത്തിൽ അതിന് ശക്തിയില്ലാത്തത്. അപ്പൊ അങ്ങനെയാണ് ദുആ ഒരു സബബാണ്. ഇനി ഒരു അടിമ സബബ് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ ആ തീരുമാനിക്കപ്പെട്ട കാര്യം ഉണ്ടാവുന്നില്ല. ആ രോഗത്തിന് സബബ് ദുആ ആണ് വെച്ചിട്ടുള്ളത്. ആ ദുആ എന്നുള്ള സബബ് അടിമ കൊണ്ടുവരുന്നില്ല എങ്കിൽ ആ മഖ്ദൂറാകപ്പെട്ട കാര്യവും അവിടെ സംഭവിക്കുന്നില്ല. വഹാദാ കമാ ഖുദ്ദിറ അശ്ശിബഉ വദിയു ബിൽ അക്ൽ വശുർബ് വഖുദ്ദിറ അൽവലദ് ബിൽ വത്ത് വഖുദ്ദിറ ഹുസൂലു അസ്സർഇ ബിൽ ബദർ വഖുദ്ദിറ ഖുറൂജ് നഫ്സി ഹൈവാൻ ബിൽ ദബഹ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളാണ്. وكذلك قدر دخول الجنة بالأعمال. അതുപോലെ തന്നെ അല്ലാഹു ഖദറാക്കിയതാണ് സ്വർഗ്ഗപ്രവേശനം സൽക്കർമ്മങ്ങൾ കൊണ്ടും വദുഖൂലുൻ നാരി ബിൽ അഅമാൽ, നരകപ്രവേശനം അവന്റെ മോശമായ കർമ്മങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ഇതാണ് ഈ ദുആവും അതുപോലെ തന്നെ ഖദറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ശരിയായിട്ടുള്ള അതിന്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കണം. ദുആ എന്നുള്ളത് ഒരു സബബാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദറാക്കിയ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള മാർഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വലമ്മാ കാന അസ്സഹാബത്തു അഅലമൽ ഉമ്മത്തി ബില്ലാഹി വറസൂലി, അള്ളാഹുവിനെ കുറിച്ചും അവന്റെ റസൂലിനെ കുറിച്ചും ഏറ്റവും അധികം അറിവുള്ള സഹാബികൾ, വഅഫ്ഖഹും ഫീ ദീനിഹി, ദീനിൽ ഏറ്റവും കൂടുതൽ ഫിഖ് ഉള്ളവർ, കാനു അഖ്വമ ബിഹാദ അസ്സബബി വശുറൂതിഹി വആദാബിഹി മിൻ ഗൈരിഹിം, അവർ ഈ സബബിനെ, ദുആ എന്നുള്ള സബബിനെ ഏറ്റവും നല്ല രീതിയിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. വകാന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യസ്തൻസിറു ബിഹി അലാ അദുവ്വിഹി വകാന അഅ്ളമു ജുൻദിഹി ബിഹി വകാന യഖൂലു ലിഅസ്ഹാബിഹി. ഉമർ റളിയല്ലാഹു അൻഹു വളരെയധികം ഭരണകാലത്ത് സൈന്യമുണ്ടായിരുന്ന, ശക്തി ഉണ്ടായിരുന്ന ആളായിരുന്നു. പക്ഷെ എന്നിട്ടും തന്റെ സഹാബിമാരോട്, തന്റെ കീഴിലുള്ള ആളുകളോട് ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ലസ്തും തുൻസറൂന ബികസ്റ, നിങ്ങൾ കുറെ ഉള്ളത് കൊണ്ടല്ല നിങ്ങൾ സഹായിക്കപ്പെടുന്നത്, വഇന്നമാ തുൻസറൂന മിനസ് സമാ, നിങ്ങൾ സഹായിക്കപ്പെടുന്നത് എവിടുന്നാണ്? ആകാശത്ത് നിന്നാണ്. അഥവാ അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണ് അത് നടക്കുക. കേവലം ഭൗതികമായ സബബുകൾ മാത്രമല്ല, നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സഹായകമാകുന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. വകാന യഖൂൽ, ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇന്നി ലാ അഹ്മിലു ഹമ്മൽ ഇജാബ വലാകിൻ ഹമ്മദ് ദുആ, ഉത്തരം ചെയ്യപ്പെടുമോ എന്നുള്ളതല്ല എന്റെ ചിന്ത, ദുആ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ചിന്ത. ഫൈദാ ഉൽഹിംതുമുദ് ദുആ ഫഇന്നൽ ഇജാബത മഅഹു, നിങ്ങൾക്ക് ദുആ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവും അതിനോടൊപ്പം ഉണ്ടാകും എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. കാരണം ആ ദുആ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് വലിയ കാര്യം. ദുആ ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അത് സബബായി ഉപയോഗിക്കുമ്പോൾ അതിന്റെ മഖ്ദൂർ അവിടെ ഉണ്ടാകും. ഫമൻ ഉൽഹിമ ദുആ, ദുആ ചെയ്യാൻ ആർക്കാണോ തൗഫീഖ് ലഭിക്കുന്നത്, ഫഖദ് ഉരീദ ബിഹിൽ ഇജാബ, അവന് ഉത്തരം ചെയ്യപ്പെടാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. ഫഇന്നല്ലാഹ സുബ്ഹാനഹു യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി അസ്തജിബ് ലക്കും, സൂറത്ത് ഗാഫിറിലെ 60-ാമത്തെ ആയത്ത്, എന്നോട് നിങ്ങൾ ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും. വഖാല വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആനി, എന്നെ കുറിച്ച് നബിയെ താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ ഞാനിത് അവരുടെ അടുത്തുണ്ട്, അവരെന്നോട് ദുആ ചെയ്യട്ടെ, എന്നോട് ദുആ ചെയ്യുന്നവന് ഞാൻ ഉത്തരം ചെയ്യും. ഇത് സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ ആയത്താണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ 86, 183 മുതൽ 87, 88 വരെയുള്ള ആയത്തുകൾ ചർച്ച മൊത്തം നോമ്പിന്റെ വിധിവിലക്കുകളെ കുറിച്ചിട്ടാണ്. അതിന്റെ ഇടയിലാണ് അല്ലാഹു തആല ഈ ആയത്ത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ, മുഫസ്സിരീങ്ങൾ പറഞ്ഞു, റമളാൻ എന്നുള്ളതും നോമ്പുകാരൻ എന്നുള്ളതും ദുആഇന് ഉത്തരം ചെയ്യപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള സമയവും അവസ്ഥയുമാണ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നാം അല്ലാഹുവിനോട് ധാരാളം ദുആ ചെയ്യുക, ദുആ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തൗഫീഖ്, അത് ഉത്തരം ചെയ്യപ്പെടുന്നതാണ്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഫഹാദാ യദുല്ലു അലാ അന്ന റിദാഅഹു ഫീ സുആലിഹി വ തആഅതിഹി,
അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ചോദിക്കുന്നതിലും അള്ളാഹുവിനെ അനുസരിക്കുന്നതിലുമാണ്. വഇദാ റളിയ റബ്ബു തബാറക വതആല ഫകുല്ലു ഖൈരിൻ ഫീ റിളാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടുകയാണെങ്കിൽ എല്ലാ നന്മയും അതിലാണുള്ളത്. കമാ അന്ന കുല്ല ബലാഇ വ മുസീബത്തിൻ ഫീ ഗളബിഹി വ മഅസിയതിഹി. എല്ലാവിധ ബലാകളും അതുപോലെ മുസീബത്തുകളും അള്ളാഹുവിന്റെ കോപത്തിലും അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിലുമാണ് ഉള്ളത്. വഖദ് ദക്കറ ഇമാം അഹ്മദ് ഫീ കിതാബി സുഹദ്. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ കിതാബ് സുഹദിൽ പറഞ്ഞു, അസറൻ ഒരു അസറിൽ അനല്ലാഹ്, അള്ളാഹു പറയാൻ ഞാനാണ് അള്ളാഹു. ലാ ഇലാഹ ഇല്ലാ അന, ഞാൻ അല്ലാതെ ഒരു ഇലാഹില്ല. ഇദാ റദീതു ബാറക്തു, ഞാൻ തൃപ്തിപ്പെട്ടാൽ ഞാൻ അവന് ബറക്കത്ത് നൽകും. വലൈസ ലി ബറകതി മുൻതഹ, എന്റെ ബറക്കത്തിന് ഒരു അവസാനമില്ല. വഇദാ ഗദബ്തു ലഅൻതു, ഞാൻ കോപിച്ചാൽ ഞാൻ ശപിക്കുന്നതാണ്. വലഅനതി തബ്ലുഗു സാബിഅ മിനൽ വലദ്, എന്റെ ശാപം അവന്റെ 7ാം തലമുറയിലുള്ള കുട്ടിക്ക് വരെ ബാധിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ടൊരു അസർ ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ കിതാബ് സുഹദിൽ കൊടുത്തത് കാണാം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, വലഖദ് ദല്ലൽ അഖ്ലു വന്നഖ്ലു വൽഫിത്രതു വതജാരിബുൽ ഉമം. ബുദ്ധി കൊണ്ടും പ്രമാണങ്ങൾ കൊണ്ടും ഒരാളുടെ ഫിത്രത്ത് കൊണ്ടും മുൻഗാമികളിൽ നിന്നുള്ള അനുഭവം കൊണ്ടും അറിയിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അൽ ഇഖ്തിലാഫി അജ്നാസിഹ വമിൽഹ വനഹ്ലിഹ അലാ അന്ന തഖറബ ഇല റബ്ബിൽ ആലമീൻ വ طلب مرضاته والبر والإحسان إلى خلقه من أعظم الأسباب الجالبة لكل خير. എല്ലാ നന്മയും ലഭിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ്, അള്ളാഹുവിന്റെ തൃപ്തി നേടുക എന്നുള്ളതാണ്, അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ്. അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവിധ ഷർറിനും കാരണമാകുന്നതാണ്. فمستجلبت نعم الله تعالى واستدفعت نقمته بمثل طاعته وتقرب إليه والإحسان إلى خلقه. അള്ളാഹു തആലയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുകയും സൃഷ്ടികൾക്ക് നന്മ ചെയ്യുകയും വേണം. അതല്ല എങ്കിൽ അള്ളാഹുവിന്റെ കോപത്തെ തടയണമെങ്കിലും അള്ളാഹുവിനുള്ള അനുസരണവും ഈ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. വഖദ് റത്തബ അല്ലാഹു സുബ്ഹാനഹു ഹുസൂലൽ ഖൈറാത്ത് ഫിദ് ദുനിയ വൽആഖിറ വഹുസൂല ശുറൂരി ഫിദ് ദുനിയ വൽആഖിറ ഫി കിതാബിഹി അലൽ അഅമാലി തർതീബൽ ജസാഇ അലൽ ശർത്ത് വൽ മഅലൂലി അലൽ ഇല്ല വൽ മുസബ്ബിബി അലൽ സബബ്. ഖുർആൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ധാരാളം കാണാൻ പറ്റും. ഈ ദുനിയാവിലാവട്ടെ പരലോകത്താവട്ടെ നന്മകൾ ലഭിക്കുന്നത് പകരം ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങൾ കൊണ്ടാണ് എന്ന് ധാരാളം ഖുർആനിൽ കാണാൻ സാധിക്കും. അതിന് ചില ആയത്തുകൾ കൊടുക്കുകയാണ്. ചില സബബ് എന്നുള്ള നിലയ്ക്ക് അല്ലാഹു തആല പറയുന്നുണ്ട്, ഫലമ്മാ അതൗ അമ്മാ നുഹു അൻ ഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിയീൻ. നാം അവരോട് വിരോധിച്ച കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടേ ഇരുന്നപ്പോൾ അവരെ കുരങ്ങന്മാരായിക്കൊള്ളാൻ നാം പറഞ്ഞു. സൂറത്തുൽ അറാഫിലെ 166-ാമത്തെ ആയത്താണ്. അഥവാ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചപ്പോൾ അവരെ മേലെ ശിക്ഷ ഇറങ്ങി. ഫലമ്മാ ആസഫൂനാ ഇൻതഖംനാ മിൻഹും, നമ്മളെ അവർ പ്രകോപിപ്പിച്ചപ്പോൾ അവരുടെ മേലെ നമ്മുടെ കോപമുണ്ടായി. അതുപോലെ മറ്റൊരായത്ത് സൂറത്തുൽ മാഇദയിലെ 38-ാമത്തെ ആയത്ത്, വസ്സാരിഖു വസ്സാരിഖതു ഫഖ്ദഉ ഐദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാലൻ. കട്ടെടുക്കുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ അവർക്ക് ശിക്ഷയായി കൈ മുറിച്ചു കളയാൻ പറഞ്ഞു. ഇതുപോലെ പല രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മയ്ക്ക് നന്മ ലഭിക്കുമെന്നും തിന്മയ്ക്ക് അതിന്റെ ദോഷം ലഭിക്കുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. വേറെ ചില രീതിയിൽ ഷർത്ത് ജസാ, അറബി ഭാഷയുടെ ചില രീതികളാണ് പറയുന്നത്. ഇന്നതുണ്ടായാൽ ഇന്നത് നൽകുമെന്നുള്ള അർത്ഥത്തിൽ അള്ളാഹു പറഞ്ഞു, ഇൻ തത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ യജ്അൽ ലക്കും ഫുർഖാനൻ വയുകഫിർ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും, നിങ്ങൾക്ക് സത്യവും അസത്യവും വേർതിരിക്കാനുള്ള ഒരു ഫുർഖാൻ ലഭിക്കും. നിങ്ങളുടെ തിന്മകൾ അള്ളാഹു പുറത്തു നൽകും, നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയും. അതുപോലെ പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ പിന്നെ അള്ളാഹു തആല വേറെ രീതിയിൽ പിന്നെ പ്രതിഫലം നൽകുന്നതുകൊണ്ട് ആശയത്തിൽ പറഞ്ഞു, ദാലിക ബിമാ ഖദ്ദമത് ഐദീകും, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട്, ബിമാ കുൻതും തഅമലൂൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഫലമായിട്ട്. ഇങ്ങനെ ധാരാളം രീതിയിൽ നന്മ ചെയ്തവർക്ക് നന്മയും അതുപോലെ തന്നെ തിന്മ ചെയ്തവർക്ക് തിന്മയും ജസാ ആയിട്ട് പ്രതിഫലമായിട്ട് ഈ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നൽകപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ധാരാളം നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഇനി ചില ആളുകൾക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ്, അവർ അവരുടെ തിന്മകൾക്ക് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഖദറിനെ ആശ്രയിക്കും. ഖദറിനെ ബലമേൽപ്പിച്ചുകൊണ്ട് ആ ഖദർ കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്നുള്ള നിലയ്ക്ക് ആശ്രയിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. ഈ ചില ആളുകൾ ഖദറിനെ തവക്കുൽ ചെയ്ത് അവർ ചെയ്യുന്ന തിന്മകൾക്കാവട്ടെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കാവട്ടെ ദുആ ഒഴിവാക്കി ഖദറിനെ മാത്രം
തവക്കുൽ ചെയ്യുക എന്നുള്ളത് അവരുടെ ദുർബലതയെ അറിയിക്കുന്നതാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ബലിൽ ഫഖീഹു കുല്ലുൽ ഫഖീഹി അല്ലദീ യറുദ്ദുൽ ഖദറ ബിൽ ഖദരി. എന്നാൽ അറിവുള്ളവൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖദറിനെ ഖദർ കൊണ്ട് നേരിടുന്നവനാണ്. ويدفع القدر بالقدر ويعارض القدر بالقدر بل لا يمكن للإنسان أن يعيش إلا بذلك. കാരണം അങ്ങനെയല്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ല. فإن الجوع والعطش والبرد وأنواع المخاوف والمحاذير هي من القدر. വിശപ്പ്, ദാഹം, തണുപ്പ്, അതുപോലെ വ്യത്യസ്തമായി നമുക്ക് അനുഭവിക്കുന്ന പല കാര്യങ്ങളും അത് ഖദറിൽപ്പെട്ടതാണ്. والخلق كلهم ساعون في دفع هذا القدر بالقدر. സൃഷ്ടികളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ജന്തുജീവജാലങ്ങൾ പോലും അഥവാ മൃഗങ്ങൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണോ നമുക്ക് വിശപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. എന്നിട്ട് പറയുന്നു, വഹാകദ, അതുപോലെ തന്നെ മൻ വഫഖഹു അല്ലാഹു വൽഹമഹു റുഷ്ദഹു യദ്ഫഉ ഖദറൽ ഉഖൂബത്തിൽ ഉഖറവിയ്യ ബിഖദരി തൗബതി വൽ ഈമാനി വൽ അഅമാലിസ് സ്വാലിഹ. അതുപോലെ തന്നെ അള്ളാഹു പരലോകത്ത് ശിക്ഷയാക്കി തീരുമാനിച്ചിട്ടുള്ള, തിന്മകൾക്ക് ശിക്ഷയാക്കി വെച്ചിട്ടുള്ള ശിക്ഷകളെ ദുനിയാവിലെ മറ്റ് ഖദറുകൾ കൊണ്ട് നേരിടണം. എന്താണ് ദുനിയാവിലെ ഖദറുകൾ? തൗബ, ഈമാൻ, അമലുസ് സാലിഹാത്ത് എന്നിവ കൊണ്ട്. അഥവാ പരലോകത്ത് ശിക്ഷ അള്ളാഹ് ഖദറാക്കിയുള്ള കാര്യമാണ്. അതിനെ ദഅഫ് ചെയ്യാൻ നമ്മുടെ ദുനിയാവിലുള്ള ഖദർ എന്താണ്? തൗബയും സൽക്കർമ്മങ്ങളും ചെയ്യലാണ്. അങ്ങനെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? എതിർത്ത് ആ ഖദറിനെ ഉപയോഗിക്കണം. ഫഹാദാ വിസാനുൽ ഖദറിൽ മുഖവ്വഫ് ഫി ദുനിയ വമാ യുദാദുഹു സവാ ഫറബ്ബുദ് ദാറൈൻ വാഹിദ്. കാരണം ഈ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു മസ്അല, ദുആവും ഖദറും, ആ ഖദറിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള മസ്അല, അത് യഥാർത്ഥത്തിൽ മനസ്സിലായവൻ വലിയ ഒരു അറിവാണ് അവൻ ലഭിച്ചിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ലാകിൻ യബ്ഖി അലൈഹി അംറാനി ബിഹിമാ തതമ്മു സആദതുഹു വ ഫലാഹുഹു. രണ്ട് കാര്യങ്ങൾ കൂടി അവൻ മനസ്സിലാക്കണം. എന്നാൽ മാത്രമാണ് അവന്റെ ആ പൂർണ്ണമായ വിജയവും സൗഭാഗ്യവും അവൻ ലഭിക്കുകയുള്ളൂ. അതാ ഈ ഖദറിനെ നേരിടുന്നതിൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. അഹദുഹുമാ, അതിലൊന്നാമത്തേത് അൻ യഅരിഫ തഫാസീല അസ്ബാബിശ് ശർരി വൽ ഖൈർ. അവന് മനസ്സിലാക്കാൻ സാധിക്കണം എന്താണ് ഷർറിന്റെ കാരണങ്ങളും ഖൈറിന്റെ കാരണങ്ങളും എന്ന് വ്യത്യസ്തമായി മനസ്സിലാക്കാൻ സാധിക്കണം. വതകൂന ലഹു ബസീറത്തുൻ ഫീ ദാലിക മിമ്മാ യുശാഹിദുഹു ഫിൽ ആലം. ഭൂമിയിൽ നടക്കുന്ന ഈ കാര്യങ്ങളെ കൊണ്ട് എന്താണ് നന്മയുടെ മാർഗങ്ങൾ, തിന്മയുടെ മാർഗങ്ങൾ എന്നുള്ളത് അവന് ഈ ഉൾക്കാഴ്ച ഉണ്ടാകണം. വമാ ജറബഹു ഫീ നഫ്സിഹി വഗൈരി വമാ സമിഅ മിൻ അഖ്ബാരിൽ ഉമമി ഖദീമൻ വഹദീസൻ. അഥവാ അവന്റെ അനുഭവങ്ങൾ കൊണ്ട് ഇന്നത് സംഭവിച്ചാൽ ദോഷമാണ് ഉണ്ടാവുക, ഇന്നത് ചെയ്താൽ നന്മയാണ് ഉണ്ടാവുക, നല്ലതാണ് എന്ന് അവന്റെ അനുഭവങ്ങൾ കൊണ്ടും അല്ലാതെയും എല്ലാം പൊതുവായി അവൻ നേടണം. അതിൽ വമിൻ അൻഫഇ മാ ഫീ ദാലിക തദബ്ബുറുൽ ഖുർആൻ. അതിൽ ഏറ്റവും അവന് ഉപകാരമുള്ള കാര്യം എന്താണ്? ഖുർആനിനെ ഉറ്റാലോചിക്കുക. അതായത് പരലോകത്തേക്ക് അവന് നന്മയുടെ മാർഗങ്ങൾ ഏതാണ്, തിന്മയുടെ മാർഗങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള മാർഗം ഖുർആൻ തദബ്ബുറോടുകൂടി പാരായണം ചെയ്യുക, മനസ്സിലാക്കുക. ഫഇന്നഹു കഫീലുൻ ബിദാലിക അലാ അക്മലിൽ വുജൂഹ്. അത് ഏറ്റവും പൂർണ്ണമായി അവന് മതിയായവനാണ്. വഫീഹി അസ്ബാബുൽ ഖൈരി വശർരി ജമീഅൻ മുഫസ്സലതൻ മുബയ്യിനതൻ. ഖുർആനിൽ ഖൈറിന്റെയും ഷർറിന്റെയും അസ്ബാബുകൾ, കാരണങ്ങൾ, നന്മയുടെയും തിന്മയുടെയും കാരണങ്ങൾ വ്യക്തമായി വേർതിരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ثم السنة, പിന്നെ അവൻ പരിശോധിക്കേണ്ടത് സുന്നത്തിലാണ്. ഫഇന്നഹാ ശഖീഖത്തുൽ ഖുർആൻ. ഖുർആനിനോടൊപ്പം നിൽക്കുന്ന, ശഖീഖത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഉപ്പാന്റെയും ഉമ്മാന്റെയും ഉള്ള സഹോദരങ്ങൾക്ക് പറയുന്നതാണ്. അഥവാ പ്രമാണം എന്ന നിലക്ക് ഖുർആനോടൊപ്പം നിൽക്കുന്ന കാര്യമാണ് ഹദീസ്, സുന്നത്ത്. അതിൽ പരിശോധിക്കണം. വഹിയ അൽ വഹ്യു സാനി, രണ്ടാമത്തെ വഹിയാണ്. വമൻ സറഫ ഇലൈഹിമാ ഇനായതഹു ഇക്തഫാ ബിഹിമാ അൻ ഗൈരിഹിമാ وهما يريانك الخير والشر وأسبابهما حتى كأنك تعاين ذلك عيانا. ഖുർആനും ഹദീസും മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നിന്റെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ഖൈറും ഷർറും നിനക്ക് വേർതിരിച്ച് കാണാൻ സാധിക്കും. അങ്ങനെ ആ കാര്യങ്ങളെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഖൈറിന്റെ അസ്ബാബുകളെ സ്വീകരിക്കുകയും ഷർറിന്റെ അസ്ബാബുകളെ ഒഴിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അതുപോലെ ഖുർആനിൽ നിന്ന് മുൻഗാമികളുടെ ചരിത്രങ്ങൾ, അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് അള്ളാഹു നൽകിയ തൗഫീഖുകളും അനുഗ്രഹങ്ങളും അള്ളാഹുവിനെ ധിക്കരിച്ചവർക്ക് അള്ളാഹു നൽകിയ ശിക്ഷകളും എല്ലാം ആലോചിക്കുമ്പോൾ ആ ഖൈറിന്റെയും ഷർറിന്റെയും കാരണങ്ങളെ തെരഞ്ഞെടുക്കാൻ, ഖൈറിനെ തെരഞ്ഞെടുക്കാനും ഷർറിനെ ഒഴിവാക്കാനും നിനക്ക് സാധിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഒരാൾ രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് ഔഹാമു ഫി ദുആ,
ദുആയിൽ ചില തെറ്റായ ധാരണകൾ ചില ആളുകൾ സംഭവിക്കാറുണ്ട്. അഥവാ തിന്മയിൽ മുഴുകുന്ന ആളുകൾ ഖദറിനെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് പറ്റുന്ന വലിയൊരു അബദ്ധമാണ് പറയുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പല ആളുകൾക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. അൽ അംറുസ്ഥാനി പറയാണ്, ഈ ഖൈറിന്റെയും ഷെറിന്റെയും അസ്ബാബുകൾ തമ്മിൽ കൂടിക്കളയുന്ന ഒരു അവസ്ഥ വരും. അല്ലെങ്കിൽ അതിൽ അബദ്ധം കൂടിക്കളയല്ല, അതിൽ അബദ്ധം സംഭവിക്കുന്ന ഒരവസ്ഥ വരും. വഹാദാ മിൻ അഹമ്മിൽ ഉമൂർ, ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫഇന്നൽ അബ്ദ യഅരിഫു അന്നൽ മഅസിയത വൽ ഗഫ്ലത മിൻ അസ്ബാബിൽ മുദിറ ലഹു ഫി ദുനിയാഹു വആഖിറതിഹി വലാ ബുദ്. ഒരു അടിമയ്ക്ക് മനസ്സിലാകും ഈ തിന്മകൾ, അതുപോലെ അശ്രദ്ധമായിട്ടുള്ള ജീവിതം, അതവന്റെ ദീനും ദുനിയാവും പരലോകമൊക്കെ നശിപ്പിക്കുന്ന അറിയുന്നുണ്ടാവും. പക്ഷേ വലാകിൻ തുഗാലിതുഹു നഫ്സുഹു ബിലിത്തികാലി അലാ അഫ്വില്ലാഹി വമഗ്ഫിറതിഹി താറതൻ. ചിലപ്പോൾ ചില ആളുകൾ അവർ തിന്മയിൽ ചെയ്യും, എന്നിട്ട് അള്ളാഹുവിന്റെ അഫ്, അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, ഇത് അള്ളാഹ് പൊറുത്തു എന്നോണം വിചാരിക്കും. വബിത്തസ്വീഫി ബിത്തൗബതി താറതൻ, ചില സമയത്ത് തൗബ ഇനി കുറച്ച് വൈകിപ്പിച്ച് നാളെ ചെയ്യാം, മറ്റന്ന് ചെയ്യാം, പിന്നെ ചെയ്യാം എന്ന നിലക്ക് വൈകിപ്പിക്കും. വബിൽ ഇസ്തിഗ്ഫാർ ബിൽ ലിസാനി താറതൻ, ചില ആളുകൾ നാവുകൊണ്ട് മാത്രം ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് ഒന്നുമില്ലാതെ ജീവിക്കുന്ന അവസ്ഥ വരും. വബിഫിഅലിൽ മൻദൂബാതി താറതൻ, ചില ആളുകൾ സുന്നത്തായ കർമ്മങ്ങൾ കുറെ ചെയ്യണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല തിന്മ ചെയ്ത് ജീവിക്കാന്ന് വിചാരിക്കും. വബിൽ ഇൽമി താറതൻ, ചില ആളുകൾ അവന്റെ അറിവുകൊണ്ട് ഇങ്ങനെയൊക്കെ പോയാൽ മതിക്ക് അറിവുണ്ട് എന്നുള്ള വിചാരിക്കും. വബിൽ ഇഹ്തിജാജി ബിൽ ഖദരി താറതൻ, ചില ആളുകൾ ഇതൊക്കെ ഖദറാണ്, ഞാൻ തിന്മ ചെയ്യണമൊക്കെ ഖദറാണ് പറഞ്ഞിട്ട് അതിനെ ആശ്രയിച്ച് തിന്മയിൽ മുഴുകും. വബിൽ ഇഹ്തിജാജി ബിൽ അശ്ബാഹി വന്നവാഇർ താറതൻ, അവന് സാദൃശ്യപ്പെടുത്താൻ സാധിക്കുന്ന മറ്റു പല കാര്യങ്ങളും സാദൃശ്യപ്പെടുത്തി അതങ്ങനെ ഏതോണ്ട് ഇതിങ്ങനെ ആക്കാം എന്നവർ വിചാരിക്കും. വലി ഇഖ്തിദാഇ ബിൽ അകാബിരി താറതൻ ഉഖറ, ചിലപ്പോ വേറെ ചില ആളുകളെ മാതൃകയാക്കിയിട്ട് ഓരൊക്കെ അങ്ങനെ പോയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാനും ഇങ്ങനെ ജീവിച്ചാൽ മതി എന്ന് തീരുമാനിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അഥവാ ഒരാൾ തിന്മ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ആ തിന്മയെ ന്യായീകരിക്കാൻ പിശാച് പല വഴികൾ അവന് ഇട്ട് കൊടുക്കും. അതിലുള്ള ചില വഴികളാണത്. അപ്പൊ ഖൈറിന്റെ അസ്ബാബുകളാണ് എന്ത് ശരിക്ക് തൗബയും ഇസ്തിഗ്ഫാറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ അത് അവരെന്തിനൊപ്പം ചേർക്കും? തിന്മ ചെയ്യാനുള്ള തെളിവായിട്ട് അത് ഉപയോഗിക്കും. തൗബയും ഇസ്തിഗ്ഫാറും അള്ളാഹുവിന്റെ അഫുവും അള്ളാഹിന്റെ ഖദറൊക്കെ തിന്മയിൽ മുഴുകാനായിട്ട് അവർ ഉപയോഗിക്കുന്ന അവസ്ഥ വരും. ഇപ്പൊ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരാള് മദ്യപിക്കുകയോ മറ്റോ ചെയ്തപ്പോ ശിക്ഷ നടപ്പിലാക്കാൻ കൊണ്ടുവന്നപ്പോ അദ്ദേഹം പറഞ്ഞത് അള്ളാഹിന്റെ ഖദറാണ്, ഞാൻ എന്ത് ചെയ്യാനാണ്. ഉമർ റളിയല്ലാഹു തിരിച്ചു പറഞ്ഞാൽ എന്താ, ഈ അടിയും അള്ളാഹിന്റെ ഖദർ തന്നെയാണ്. അപ്പൊ ചില തിന്മ ചെയ്യുന്ന ആളുകൾ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് ചില ഉദാഹരണങ്ങൾ പറയാണ്. ചില ആളുകൾ വിചാരിക്കും എന്ത് വേണേലും ചെയ്തിട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി, പാപത്തിന്റെ അടയാളമൊക്കെ നീങ്ങിപ്പോയിക്കോളും. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, അറിവുള്ള ആളായിട്ടുള്ള ഒരാൾ എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഞാൻ എന്ത് തിന്മയാച്ച ചെയ്യും, എന്നിട്ട് ഞാൻ പറയും സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 മറ, 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയും. വഖദ് ഗുഫിറ ദാലിക അജ്മഉഹു കമാ സഹഹ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, അതൊക്കെ എന്റേന്ന് പൊറുക്കപ്പെടും. ഹദീസിൽ വന്നതുപോലെ. എന്താ ഹദീസിൽ വന്നിട്ടുള്ളത്? മൻ ഖാല ഫി യൗമിൻ, ഒരാൾ ഒരു ദിവസം പറയുകയാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 മറ, 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ ഹുത്തത് അൻഹു ഖതായ വലൗ കാനത് മിസ്ല സബദിൽ ബഹർ, കടലിലെ നുരയോളം പാപങ്ങളുണ്ടെങ്കിലും അത് പുറത്തു കിട്ടും. അപ്പൊ ഈ ഹദീസ് കേട്ടിട്ട് അയാൾ എന്താ തീരുമാനിച്ചത്? ഈ തിന്മ ചെയ്യാം, തിന്മ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? 100 സുബ്ഹാനല്ലാഹി വബിഹംദി. ഇങ്ങനെ ഉണ്ടാവുന്ന ചില ആളുകളുണ്ട്. എന്നിട്ട് പറയാണ് വഖാല ലി ആഖർ, ഇബ്നു ഖയ്യിം പറയാണ്, മറ്റൊരാൾ എന്നോട് പറഞ്ഞു മിൻ അഹ്ലി മക്ക, മക്കയിൽ താമസിക്കുന്ന ആൾ, നഹ്നു ഇദാ ഫഅല അഹദുനാ മാ ഫഅല, ഞങ്ങളിൽ ആരെങ്കിലും ഞങ്ങൾ എന്തെങ്കിലും ഒരു തിന്മ ചെയ്താൽ ഇഗ്തസല, ഞങ്ങൾ കുളിക്കും, വതാഫ ബിൽ ബൈത്തി ഉസ്ബൂഅൻ, ഒരാഴ്ച കഅബയെ തവാഫ് ചെയ്യും, വഖദ് ഉസ്ബൂഅൻ ഉദ്ദേശിച്ചത് 7 തവണ തവാഫ് ചെയ്യും, വഖദ് മുഹി അൻഹു ദാലിക്, അപ്പൊ ഞങ്ങൾ എന്താവും അതിന്ന് ഒഴിവായി കിട്ടും, ആ പാപം മായ്ച്ചു കിട്ടും എന്ന് പറയാം. വഖാല ലി ആഖർ, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, മറ്റൊരാൾ തിന്മയിൽ മുഴുകിയ മറ്റൊരാൾ തെളിവ് പിടിച്ചത് പറയാണ്, ഖദ് സഹഹ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസ് പറയാറുണ്ട്. എന്താണ് ഹദീസ്? അദ്നബ അബ്ദുൻ ദംബൻ, ഒരു അടിമ ഒരു തിന്മ ചെയ്യും. ഫഖാല, എന്നിട്ട് അവൻ പറയും, ഐ റബ്ബി ഇന്നി അസബ്തു ദംബൻ ഫഗ്ഫിർലി, റബ്ബേ ഞാൻ ഒരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, തിന്മ ചെയ്തു പോയിട്ടുണ്ട്, എനിക്ക് പുറത്തു നൽകണം. ഫഗഫറ ലഹു, അവന് പുറത്തു കൊടുക്കും. തുമ്മ മക്കസ മാ ശാ അല്ലാഹ്, പിന്നെ കുറച്ചു കാലം അവൻ തിന്മയൊന്നുമില്ലാതെ നിൽക്കും. തുമ്മ അദ്നബ ദംബൻ ആഖർ, പിന്നെ വേറൊരു തിന്മ ചെയ്യും.
ഫഖാല റബ്ബി ഇന്നി അസബ്തു ദംബൻ ഫഗ്ഫിർ ലി, വീണ്ടും പറയും റബ്ബേ ഞാൻ ഒരു തിന്മ ചെയ്തു എനിക്ക് പുറത്തു തരണം. ഫഗഫറ ലഹു, അവന് പുറത്തു കൊടുക്കും. തുമ്മ മകഥ മാ ഷാ അല്ലാഹ്, പിന്നെ അല്ലാഹു ഉദ്ദേശിച്ച കാലം നല്ല ഇസ്തിഖാമത്തിൽ റാഹത്തിൽ പോകും. തുമ്മ അദ്നബ ദംബൻ, വീണ്ടും തിന്മ ചെയ്യും. ഫഖാല ഐ റബ്ബി അസബ്തു ദംബൻ ഫഗ്ഫിർ ലി, അവൻ പറയും ഞാൻ വീണ്ടും തിന്മ ചെയ്തു എനിക്ക് പുറത്തു തരണം. ഫഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു പറയും അലിമ അബ്ദി അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ വയഖുദു ബിഹി, എന്റെ അടിമക്കറിയാം അവനൊരു റബ്ബുണ്ട്, അവൻ ചെയ്ത തിന്മകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കുന്ന അല്ലെങ്കിൽ തിന്മകൾ പുറത്തു കൊടുക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന് അവന് ബോധമുണ്ട്. ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കുന്നു, അവൻ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് കാല ആ വ്യക്തി തിന്മ ചെയ്ത ആള് പറയാണ് എനിക്കൊരു സംശയമില്ല, എനിക്കൊരു റബ്ബുണ്ട് പാപം പൊറുക്കുന്നതും അതുപോലെ തന്നെ ശിക്ഷിക്കുന്ന റബ്ബുണ്ട്, എനിക്കൊരു സംശയമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളത്. അപ്പൊ ഈ ഹദീസൊക്കെ പറയുന്ന ആശയം ഒന്നാണ്. ഈ ഹദീസ് കേട്ട ഒരാൾ തിന്മ ചെയ്യാൻ ആണ് പ്രേരണ എങ്കിൽ എന്താ അതിന്റെ അർത്ഥം? നിഫാഖാണത്, അവന്റെ കൽബിന്റെ രോഗത്തിന്റെ അടയാളമാണ്. ഈ ഹദീസുകൾ അറിയിക്കുന്നത് ഇഖ്ലാസോട് കൂടിയിട്ടുള്ള നസൂഹായിട്ടുള്ള തൗബയും ഇസ്തിഗ്ഫാറിന്റെയും അനന്തരഫലമാണ്. അപ്പൊ പല ആളുകളും, അറിവുള്ള ആളുകൾ തിന്മയിൽ മുഴുകുമ്പോൾ അവരുടെ ബുദ്ധി തെറ്റിപ്പോവുകയും ഇതുപോലുള്ള ഹദീസുകളെ, ഇതുപോലെയുള്ള കാര്യങ്ങളെ കൂട്ടിക്കുഴച്ച് എന്താക്കി മാറ്റും? അവർ തിന്മകൾക്ക് ന്യായീകരണമായിട്ട് എടുക്കും. ഇത് റജായിന്റെ വിഷയത്തിൽ അഥവാ അള്ളാഹുവിലുള്ള പ്രതീക്ഷയുടെ വിഷയത്തിൽ അതിര് കവിയുമ്പോൾ ഉണ്ടാവുന്ന അപകടമാണ്. ഒരു മുഅ്മിന്റെ അവസ്ഥ എപ്പോഴും അള്ളാഹുവിലുള്ള പ്രതീക്ഷയിലും ഭയത്തിലും ബാലൻസ് ചെയ്തു പോകണം. സലഫുകൾ പറയാറുള്ള പോലെ ഒരു പക്ഷിയുടെ ചിറക് പോലെയാണ്. അത് ഒരു ചിറക് ഭയമാണെങ്കിൽ മറ്റേ ചിറക് പ്രതീക്ഷയാണ്. ശരീരം അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ്. ഇത് രണ്ടും ഒരുപോലെ ആകുമ്പോഴാണ് ഇബാദത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള അള്ളാഹുവിനോടുള്ള ഹുബ്ബ് ഉയരുകയുള്ളൂ. ഇതൊന്ന് തെറ്റിപ്പോയാലോ അവൻ പിഴച്ചു പോകും. അപ്പൊ ഈ അള്ളാഹുവിന്റെ പ്രതീക്ഷയുടെ വിഷയത്തിൽ അവർ അതിര് കവിയും. എന്നാൽ ഇതിൽ ചില ആളുകൾ പറഞ്ഞു പോകും. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ് വഖൗലിൽ ആഖർ, ചില ആളുകൾ പറയും അത്തനസ്സുഹു മിനദ്ദുനൂബി ജഹ്ലുൻ ബിസിഅത്തി അഫ്വില്ലാഹ്, ഒരാൾ തിന്മയിൽ നിന്നൊക്കെ ഒഴിവാകുക എന്നുള്ളത് അള്ളാഹുവിന്റെ വിശാലമായ അഫ്വിൽ പാപമോചനത്തിൽ പൊറുക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള ജഹ്ലാണ്. ഒരാൾ തിന്മയില്ലാത്ത ഒരാളാകാൻ പാടില്ല. മറ്റു ചില ആളുകൾ പറയാറുണ്ട്, അവര് ദുആ ചെയ്യും, അല്ലാഹുമ്മ അഊദു ബിക മിനൽ ഇസ്മ, തിന്മ ചെയ്യാത്തൊരവസ്ഥ എനിക്ക് ഉണ്ടാവരുതേ എന്ന് ദുആ ചെയ്യുന്ന അവസ്ഥ കാണാം. കാരണം തിന്മകളെ അവർ ഇതുപോലെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവരെന്താക്കി മാറ്റും? അവർ അത് നല്ലതാണ് എന്ന നിലക്ക് ശൈത്താൻ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന അവസ്ഥ, അതിൽ തെറ്റിപ്പോകുന്ന ആളുകളെ കാണാൻ സാധിക്കും. എന്നിട്ട് പറയാണ്, അതിൽ ചില ആളുകൾ വമിൻ ഹൗലാഇൽ മഗ്റൂരീൻ മൻ യതഅല്ലഖു ബിമസ്അലത്തിൽ ജബ്ർ, ഇതിൽ ഗുറൂറിലായ വഞ്ചിക്കപ്പെട്ട ആളുകൾ, ചില ആളുകൾ ജബറിന്റെ വാദം പടരും. ജബർ എന്ന് പറഞ്ഞാൽ, ജബരിയാക്കൾ എന്ന് പറഞ്ഞാൽ ഖദറിന്റെ വിഷയത്തിൽ പഴച്ചുപോയ വിഭാഗക്കാരാണ്. അതായത് മനുഷ്യന് സ്വന്തമായിട്ട് ഒരു ഇറാദത്തില്ല, സ്വന്തമായ ഒരു കാര്യം ചെയ്യാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടില്ല, സ്വാതന്ത്ര്യം നൽകിയിട്ടില്ല. എല്ലാം അള്ളാഹുവിന്റെ നിർബന്ധ പ്രകാരം മനുഷ്യൻ ചെയ്തു പോകുന്നതാണ്. അപ്പൊ അവൻ തിന്മ ചെയ്താൽ അവൻ എന്ത് പറയും? ഇത് അള്ളാഹു എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്ന നിലക്ക് അവനതിൽ സമാധാനം കണ്ടെത്തും. അപ്പൊ തിന്മയിൽ നിന്ന് തുടരാനുള്ള വഴിയായിട്ട് കണ്ടെത്തും. വന്നൽ അബ്ദല ഞാൻ നിർബന്ധിതനായി തിന്മ ചെയ്തതാണെന്ന് പറയും. ഇനി മറ്റു ചിലർ മുർജിയാക്കളുടെ വാദം പറയും. മുർജിയാക്കളുടെ വാദം എന്ന് പറഞ്ഞാൽ, ഈമാൻ എന്ന് പറഞ്ഞാൽ കൽബിലുള്ളതാണ്. കർമ്മം കൊണ്ട് ഈമാൻ എന്ത് സംഭവിക്കൂല? കുറവൊന്നും സംഭവിക്കൂല. ഒരാൾ ഒരു തവണ വിശ്വാസിയായാൽ അവൻ ഇനി വ്യഭിചരിച്ചാലും മദ്യപിച്ചാലും കൊലപാതകം നടത്തിയാലും എന്ത് ചെയ്താലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാനുള്ള ഒരാളാണ്, എല്ലാവർക്കും ഒരേ ഈമാനാണ് ഉണ്ടാവുക എന്ന വാദമാണ് ഇർജാഇന്റെ വാദം. അവരങ്ങനെ പറയും, ഈമാൻ എന്ന് പറഞ്ഞാൽ കൽബിലാണ്, ഞാൻ പുറത്ത് എന്ത് ചെയ്താലും കുഴപ്പമില്ല, അതുകൊണ്ട് ആ തെറ്റിനെ അവർ ന്യായീകരിക്കും. അങ്ങനെയുള്ള വാദം പറയുന്ന ആളുകൾ കാണാം. ഇനി മറ്റു ചിലർ ومن هؤلاء من يغتر بمحبة الفقراء والمشايخ والصالحين, ചില ആളുകൾ തിന്മ ചെയ്യും, എന്നിട്ട് ആ തിന്മയിൽ തുടരാൻ അവര് എടുക്കുന്ന ഒരു ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാലിഹീങ്ങളായിട്ടുള്ള മശായിഖ്മാരായിട്ടുള്ള അതുപോലെയുള്ള ആളുകളോടുള്ള ഹുബ്ബ്, അവരെ സ്നേഹിച്ചാൽ, ഔലിയാക്കളെ സ്നേഹിച്ചാൽ, സ്വാലിഹീങ്ങളെ സ്നേഹിച്ചാൽ മതി, പാപങ്ങൾ പുറത്തു കിട്ടും. വകസറത്തു തറദ്ദുദി ഇലാ ഖുബൂരിഹിം വതളറു ഇലൈഹിം, ധാരാളമായി അവർ ഖബറിലേക്ക് പോവും, ആ ഖബറിന്റെ മുമ്പിൽ കീഴ്വണക്കം കാണിക്കും. വലിസ്തിശ്ഫാഅ ബിഹിം, അവരോട് ശഫാഅത്ത് തേടും. വതവസ്സുലി ഇലല്ലാഹി ബിഹിം, അവരോട് തവസ്സുൽ തേടും. വസുആലുഹു ബിഹഖ്ഹിം അലൈഹി വഹുർമതിഹി ഇൻദ, അവരെ ഹഖും ജാഹും ബർക്കത്തും കൊണ്ടൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്ത് പാപങ്ങൾ പുറത്തു കിട്ടാൻ നോക്കും. നമ്മുടെ നാടുകൾ ധാരാളം കാണുന്നതാണ്.
അവർക്ക് തിന്മയിൽ മുഴുകാനുള്ള ഒരു തെളിവായിട്ട്, ഒരു കാര്യമായിട്ട് അവർ തെരഞ്ഞെടുക്കുന്നത് ഇതുപോലെയുള്ള സ്വാലിഹീങ്ങളെ. അവരെ പിടിച്ചാൽ മതി, അവരോടുള്ള ഇഷ്ടം കൊണ്ട് എന്ത് സംഭവിക്കും? നമ്മുടെ പരലോകം രക്ഷപ്പെടും എന്നുള്ള ധാരണ. ഇനി മറ്റു ചിലർ വഞ്ചിതരായി പോകുന്നത് വമിൻഹും മയ്യഗ്തറു ബിആബാഇഹി വഅസ്ലാഫിഹി, അവരുടെ പൂർവികന്മാരെ കുറിച്ച് ആലോചിച്ചിട്ട്, അതായത് വഅന്ന ലഹും ഇൻദല്ലാഹി മകാനതൻ വസലാഹൻ, അവരുടെ പൂർവികന്മാര് നല്ല അള്ളാഹുവിന്റെ അടുക്കൽ നല്ല സ്ഥാനമുള്ള സ്വാലിഹീങ്ങളായ ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഹക്കും ജാഹും ബർക്കത്തും കൊണ്ടെല്ലാം നമ്മുടെ തിന്മകളെല്ലാം ഒഴിവായി കിട്ടും, അതെല്ലാം പുറത്തു കിട്ടുമെന്ന് വിചാരിക്കുന്ന ആളുകളും തിന്മയിൽ മുഴുകുന്ന ആളുകളായിട്ട് കാണാൻ സാധിക്കും. എന്നിട്ട് വേറെ ചില ആളുകൾ വമിൻഹും മയ്യഗ്തറു ബിഅന്നല്ലാഹ ഗനിയ്യുൻ അൻ അദാബിഹി, ചില ആളുകൾ തിന്മയിൽ മുഴുകാൻ വേണ്ടി തെറ്റിപ്പോകുന്ന ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ അവർ വിചാരിക്കും അള്ളാഹ്ക്ക് ശിക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അള്ളാഹ് ഒരാളെ ശിക്ഷിക്കാൻ ആവശ്യമില്ലാത്തവനാണ്. അള്ളാഹ് ഒരാളെ ശിക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് അള്ളാഹ്ക്ക് എന്തെങ്കിലും കൂടാനുണ്ടോ? ഒന്നും കൂടാനില്ല. ഇനി അള്ളാഹ് കാരുണ്യം കാണിച്ചുകൊണ്ട് അള്ളാഹിന്റെ മുൽക്കിൽ എന്തെങ്കിലും കുറയാനുണ്ടോ? ഒന്നും കുറയാനില്ല. അതുകൊണ്ട് അള്ളാഹ്ക്ക് ഒരു കുഴപ്പമില്ല, അള്ളാഹ് ശിക്ഷിക്കൊന്നുമില്ല എന്നവർ പറയും. എന്നിട്ട് ഒരു ഉദാഹരണം പറയുന്നത്, ഒരു ദരിദ്രനായ ഒരാള്, അയാള് കുറച്ച് വെള്ളത്തിന് ആവശ്യമാണ്. അപ്പൊ വലിയൊരു സമ്പന്നൻ, അവന് കുറെ അരുവിയും ഇതൊക്കെ ഉള്ള തോട്ടമുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഒരു ഗ്ലാസ് കുറച്ച് വെള്ളം കൊടുക്കാൻ എന്തെങ്കിലും ഒരു മടി അയാൾ കാണിക്കോ? ആ സമ്പന്നൻ കാണിക്കോ? ഇല്ല. പിന്നെ ഇത്രയും വിശാലമായ അള്ളാഹ് എന്തിനാണ് അടിമകളെ ശിക്ഷിക്കുന്നത് എന്നാണ് അവര് വാദം വെക്കുക. ഇത് തിന്മകളിൽ മുഴുകുമ്പോ ശൈത്താൻ എങ്ങനെയെങ്കിലും ആ തിന്മയിൽ നിലനിർത്താൻ വേണ്ടി ഒരാളുടെ കൽബിൽ ഇട്ടുകൊടുക്കുന്ന പലതരത്തിലുള്ള ന്യായങ്ങളായിരിക്കും. ഇനി മറ്റു ചിലർ വമിൻഹും മയ്യഗ്തറു ബിഫഹ്മിൻ ഫാസിദിൻ ഫഹിമഹു വഹുവ വഅദ്റാബുഹു മിൻ നുസൂസിൽ ഖുർആനി വസ്സുന്ന. ഇനി മറ്റു ചില ആളുകളുണ്ട്, അവര് തെറ്റായ ഫഹ്മ്, ഖുർആനും ഹദീസും തന്നെ മനസ്സിലാക്കി തെളിവെടുക്കും തിന്മ ചെയ്യാൻ, അത് തെറ്റായി മനസ്സിലാക്കിയിട്ട്. എങ്ങനെയാണ്? ഒരു ഉദാഹരണം പറയാണ്. അതിൽ ചില ആളുകൾ ഈ ആയത്ത്, സൂറത്തുൽ ദുഹയിലെ 5-ാമത്തെ ആയത്ത്, വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞതാണ്, നിനക്ക് അള്ളാഹു നൽകും, നീ തൃപ്തിപ്പെടുകയും ചെയ്യും. ഖാലു, ഈ ആയത്ത് ഓതിയിട്ട് അവർ പറയും, വഹുവ ലാ യർളാ അൻ യകൂന ഫിന്നാരി അഹദു മിൻ ഉമ്മത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താവൂല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിലുള്ള ഒരാളും നരകത്ത് കിടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താവൂല, തൃപ്തിപ്പെടൂല. അതുകൊണ്ട് തന്നെ നബിയുടെ ഉമ്മത്തായതുകൊണ്ട് തന്നെ നമ്മളൊക്കെ രക്ഷപ്പെടും, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് അവർ പറയും. ഇങ്ങനെ പല രീതിയിൽ അവർ പറയും. ഇത് ഏറ്റവും വിഡ്ഢിത്തമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിപ്പെടുന്നത് എന്താണ്? അള്ളാഹു തആല തൃപ്തിപ്പെടുന്നതാണ്. അള്ളാഹു തആല ഉൽമ ചെയ്തവർക്ക് ശിക്ഷ വെക്കുക എന്നുള്ളത് അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യമാണ്. അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിപ്പെടുകയുള്ളൂ. ഇനി മറ്റു ചില ആളുകൾ ഖുർആനിനെ തെറ്റായി മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, ഈ ആയത്ത്, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, ഈ ആയത്ത് ഓതിയിട്ട് അവർ തിന്മകളിൽ മുഴുകിക്കൊണ്ടേയിരിക്കും, അവർ തിന്മ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ആയത്ത് ആർക്കുള്ളതാണ്? ആർക്കുള്ളതാണ്? പശ്ചാത്തപിച്ച് മടങ്ങുന്നവർക്കുള്ളതാണ്. ഈ ആയത്തിൽ ശിർക്ക് വരെ പുറത്തു കിട്ടും. ശിർക്കിന്റെ അടിസ്ഥാനം എന്താണ്? പുറത്തു കിട്ടൂല എന്നാണ്. എന്നാൽ ഈ ആയത്തിൽ ശിർക്ക് വരെ ഉൾക്കൊള്ളുന്നുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പശ്ചാത്തപിച്ച് മടങ്ങുന്നവനോടാണ് എന്ത് പറയുന്നത്? ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, പശ്ചാത്താപം ഇല്ലാതെ, തൗബയില്ലാതെ, ഇസ്തിഗ്ഫാർ ഇല്ലാതെ തിന്മയിൽ തുടരുന്നവനോടാണോ എല്ലാ തിന്മയും പുറത്തു തരും എന്ന് പറയുന്നത്? എല്ലാ പാപങ്ങളും പുറത്തു തരും പറയുന്നത് അല്ല. ചില ആളുകൾ ഈ ആയത്തിനെ ആ രീതിയിൽ മനസ്സിലാക്കുന്നത് കാണാം, ആ രീതിയിൽ മനസ്സിലാക്കുന്നത് കാണാം. അപ്പോ ഇതുപോലെയുള്ള പല വാദങ്ങൾ ആളുകൾ എടുക്കും. മറ്റൊരു വാദം പറയുന്നത്, ചില ആളുകൾ ഈ ആയത്തിനെ, സൂറത്തുൽ ഇൻഫിത്താറിലെ 6-ാമത്തെ ആയത്ത്, യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബിക്കൽ കരീം, ഏ മനുഷ്യ, കരീമായ അള്ളാഹുവിന്റെ, മാന്യനായ അള്ളാഹുവിന്റെ വിഷയത്തിൽ എന്താണ് നിന്നെ വഞ്ചിച്ചു കളഞ്ഞത് എന്ന ആയത്ത്. എന്നിട്ട് അവർ പറയും, അള്ളാഹു സുബ്ഹാനഹു വ തആല കരീമാണ്, അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യില്ല, നമ്മെ ഈ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന അല്ലെങ്കിൽ ശിക്ഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് തിന്മയിൽ മുഴുകുന്ന അവസ്ഥ ഉണ്ടാവും. ഇതുപോലെ പല വാദങ്ങളും തിന്മ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ അതിനെ ന്യായീകരിക്കാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, പല വാദങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കും. മറ്റൊരു വാദം പറയുന്നത്, ചില ആളുകൾ ഈ ഹദീസിനെ പറയും. ഏതാണ് ഹദീസ്? അന ഇൻദ ഹുസ്നി ظنി അബ്ദി ബി ഫൽയظن ബി മാ ശാഅ, എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത്, നല്ലത് വിചാരിക്കുന്നത്, അതുപോലെയായിരിക്കും ഞാൻ അവന്, അതുകൊണ്ട് അവൻ എന്നെ കുറിച്ച് എന്താച്ച വിചാരിച്ചു കൊള്ളട്ടെ. ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് അവര് പറയും, അവര് തിന്മ ചെയ്താലും അള്ളാഹു പുറത്തു തരും എന്നുള്ള നല്ല ചിന്തയാണ് എനിക്കുള്ളത്, അതുകൊണ്ട് എന്താണ് അള്ളാഹു പുറത്തു തരുന്നു. ഈ ഹദീസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? നന്മ ചെയ്യുന്ന ആളുകൾ
സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർക്ക് എന്തിന്റെ ആവശ്യമില്ല? അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു മോശം വന്നിന്റെ ആവശ്യമില്ല. അത് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹു പ്രതിഫലം കൊടുക്കും. തെറ്റായിട്ട് അള്ളാഹുവിനെ കുറിച്ച് തിന്മ ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും അള്ളാഹുവിനെ കുറിച്ച് ഹുസ്ന വന്നുണ്ടാവില്ല. തിന്മയിൽ മുഴുകുന്ന ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത വെക്കാൻ സാധിക്കില്ല. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു അസർ കാണാം, ഇന്നൽ മുഅ്മിന അഹ്സന ظن بربه فاحسن العمل. ഒരു മുഅ്മിൻ അവൻ അവന്റെ റബ്ബിനെ കുറിച്ച് നല്ല ചിന്ത വെച്ച് പുലർത്തും, അതുകൊണ്ട് തന്നെ അവൻ നല്ല കർമ്മങ്ങൾ ചെയ്യും. വഇന്നൽ ഫാജിറ, എന്നാൽ തെമ്മാടിയായിട്ടുള്ള ഒരാൾ അസാഅ ظن بربه فاساء العمل, അവൻ അവന്റെ റബ്ബിനെ കുറിച്ച് മോശം ചിന്തയാണ് വെച്ച് പുലർത്തുക, അവന്റെ കർമ്മങ്ങളും ഏറ്റവും മോശമായിട്ടുള്ള കർമ്മങ്ങളായിരിക്കും എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പലതരത്തിലുള്ള വന്ന് വെച്ചത് അത് തെറ്റാണെന്ന് പറഞ്ഞ ആയത്തുകളുണ്ട്. അപ്പോൾ ചില ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അള്ളാഹു ഒന്നും അറിയുന്നില്ല, അള്ളാഹു ഒന്നും കാണുന്നില്ല, അള്ളാഹു ഒന്നും രേഖപ്പെടുത്തുന്നില്ല, ഇങ്ങനെ പറഞ്ഞ ആളുകളോട് അള്ളാഹു മറുപടി പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ഫുസ്സിലത്തിലെ 23-ാമത്തെ ആയത്തിൽ, വദാലികും വന്നുകും അല്ലദീ ളനൻതും ബിറബ്ബികും അർദാകും ഫഅസ്ബഹ്തും മിനൽ ഖാസിരീൻ. അവർ അള്ളാഹിനെ കുറിച്ച് വെച്ച വന്നാണത്, ചിന്തയാണത്, പക്ഷെ അത് അവർക്ക് നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതുപോലെയുള്ള പല തെളിവുകളും പല കാര്യങ്ങളും എടുത്തുകൊണ്ട് അവരുടെ തിന്മയിൽ മുഴുകാൻ അവർ ആ വാദത്തെ ഉപയോഗിക്കും. എന്നിട്ട് ഈ തിന്മയിൽ മുഴുകുന്ന ആളുകളോട് പറയുന്ന ചില വാക്കുകൾ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഫതഅമ്മൽ ഹാദൽ മൗദിഅ, പാപത്തിനെ ന്യായീകരിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചത് മനസ്സിലാക്കണം. വതഅമ്മൽ ഷിദ്ദത്തൽ ഹാജതി ഇലൈഹി, ഇതിലേക്കുള്ള ആവശ്യകത അവൻ മനസ്സിലാക്കണം. فكيف يجتمع في قلب العبد تيقنه بأنه ملاق الله, അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ഉറപ്പുള്ള ഒരുത്തൻ എങ്ങനെയാണ് ഇതിന് സാധിക്കുക? وأن الله يسمع كلامه ويرى مكانه, അള്ളാഹു അവനെ കേൾക്കുന്നുണ്ട്, അള്ളാഹു അവനെ കാണുന്നുണ്ട് എന്ന് ബോധമുള്ളവൻ. വയഅലമു സിർറഹു വഅലാനിയതഹു, അവന്റെ രഹസ്യവും പരസ്യവും അള്ളാഹു അറിയുന്നുണ്ട് എന്ന് ബോധമുള്ളവൻ. വലാ യഖ്ഫാ അലൈഹി ഖാഫിയത്തുൻ മിൻ അംരിഹി, ഒരു ഗോപ്യമായ ഒരു വസ്തു പോലും അള്ളാഹുവിൽ നിന്ന് മറയിടപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കുന്നവൻ. ഫഇന്നഹു മൗഖൂഫുൻ ബൈന യദൈഹി, അള്ളാഹുവിന് മുമ്പിൽ നിൽക്കേണ്ടവനാണ് ഞാനെന്ന് ബോധ്യമുള്ളവൻ. വമസ്ഊലുൻ അൻ കുല്ലി മാ അമില, അവൻ ചെയ്ത എല്ലാത്തിനെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടും എന്ന് ബോധമുള്ളവൻ. വഹുവ മുഖീമുൻ അലാ മുസാഖതിഹി, എങ്ങനെയാണ് അവൻ അള്ളാഹു വെറുക്കുന്ന അള്ളാഹു കോപിക്കുന്ന കാര്യത്തിൽ തുടരുക. വമുദയ്യിഉൻ ലി അവാമിരിഹി, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ പാഴാക്കുക ഒഴിവാക്കുക. വമുഅത്തിലുൻ ലി ഹുഖൂഖിഹി, അള്ളാഹുവിന്റെ അവകാശങ്ങളെ നിഷേധിക്കുക. വഹുവ മഅ ഹാദാ യുഹസ്സിനു ظن ബിഹി, എന്നിട്ടും അവൻ അള്ളാഹിനെ കുറിച്ച് നല്ലത് ചിന്തിക്കുകയോ, ഈ ഒരു അവസ്ഥയിലായിട്ടും അള്ളാഹിനെ കുറിച്ച് നല്ലത് ചിന്തിക്കുകയോ. വഹൽ ഹാദാ ഇല്ലാ മിൻ ഖദഇൻ നുഫൂസ് വഗുറൂറിൽ അമാനി, ഇത് സ്വന്തത്തിലുള്ള വഞ്ചനയും അതുപോലെ തന്നെ പിഴച്ച വ്യാമോഹങ്ങളുമല്ലാതെ പിന്നെന്താണ് എന്നാണ് ചോദിക്കുന്നത്. അതായത് അള്ളാഹുവിനെ കണ്ടുമുട്ടും, പരലോകമുണ്ട്, യാഥാർത്ഥ്യമുണ്ട്, ഇതെല്ലാം ബോധ്യപ്പെട്ടിട്ടും അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ചിന്ത എന്ന് പറഞ്ഞ് തിന്മയിൽ മുഴുകുന്ന ഒരുത്തന്റെ അവസ്ഥ എന്തായിരിക്കും? അവൻ സ്വന്തത്തിൽ വഞ്ചിക്കപ്പെട്ടവനാണ്, അവൻ ഖുറൂറിലാക്കപ്പെട്ടവനാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഒരു ഹദീസ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് കൊടുക്കുകയാണ്, നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു ഹദീസാണ്. وقال أبو أمامة سهل بن حنيف دخلت أنا وعروة بن الزبير على عائشة رضي الله عنها. ഒരിക്കൽ അബൂ ഉമാമയും ഉർവത്ത് ബിൻ സുബൈറും കൂടി ആയിഷ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് പോയി. فقالت لو رأيتما رسول الله صلى الله عليه وسلم في مرض له, റസൂലുള്ള രോഗിയായിരുന്ന മരണസമയത്ത്, വകാനത് ഇൻദി 6 ദനാനീർ, എന്റെ അടുക്കൽ 6 ദിനാറുകൾ ഉണ്ടായിരുന്നു. ഔ 7 അല്ലെങ്കിൽ 7. ഫഅമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന ഉഫർരിഖഹാ, എന്നോട് റസൂലുള്ള എന്ത് പറഞ്ഞ്? അത് ആളുകൾക്ക് കൊടുക്കാൻ പറഞ്ഞു. റസൂലുള്ളാഹിന്റെ സ്വത്ത് എന്ത് ചെയ്യില്ല? അനന്തരം എടുക്കൂല. നബിമാരുടെ സ്വത്ത് എന്തുണ്ടാവില്ല? അനന്തരം എടുക്കൂല. അത് ബൈത്തുൽ മാലിലേക്കാണ് പോവുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ദാനം കൊടുക്കാൻ പറഞ്ഞു. ഖാലത് ഫശഗലനി വജഉ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ റസൂലുള്ളാഹിന്റെ അസുഖവും ഇതൊക്കെ ആയിട്ട് ഞാൻ അതിന്റെ തിരക്കിലായി പോയി. ഹത്ത ആഫാഹുല്ലാഹ്, അങ്ങനെ റസൂലുള്ളാഹിക്ക് കുറച്ച് സൗഖ്യം ഉണ്ടായപ്പോ ثم سألني عنها, എന്നോട് ആ ദീനാറിനെ കുറിച്ച് ചോദിച്ചു, അതെന്താ ചെയ്തെന്ന് ചോദിച്ചു. قال അൻ ചോദിച്ചു, മാ ഫഅൽതി അകുൻതി ഫറഖ്തി 6 ദനാനീർ, ആ 6 ദീനാർ നീ കൊടുത്തോ?
നീ കൊടുത്തോ, എന്താ ചെയ്തു ചോദിച്ചു. ഫഖുൽതു ലാ വല്ലാഹി, ഇല്ല ഞാൻ ചെയ്തിട്ടില്ല. ലഖദ് കാന ശഗലനി വജഉക്, നിങ്ങളുടെ ഈ രോഗം എന്നെ തിരക്കിലാക്കി എന്ന് പറഞ്ഞു. ഖാലത്ത്, അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫദആ ബിഹാ ഫവളഅഹാ ഫീ കഫ്ഫിഹി, അതെന്നോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് റസൂലുള്ളാഹി അത് കയ്യിൽ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, മാ വന്നു നബിയില്ലാ ലൗ ലഖിയല്ലാഹ വഹാദിഹി ഇൻദ, എന്താണ് അല്ലാഹുവിന്റെ നബിയുടെ എന്താണ് ചിന്ത, എന്താണ് ഇതുമായിട്ട് ഞാൻ അള്ളാഹിനെ കണ്ടുമുട്ടേണ്ടി വന്നാൽ. മറ്റൊരു ലഫ്ളിൽ മാ വന്നു മുഹമ്മദിൻ ബിറബ്ബിഹി ലൗ ലഖിയ അല്ലാഹ വഹാദിഹി ഇൻദഹു, ഇതുമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ കുറിച്ച് മുഹമ്മദിന്റെ എന്താണെന്ന്. എന്താ പറയുന്നത്? ഒരു ഹറാമിനെ പറ്റിയാണോ? അല്ല, ഇതിന് കണക്ക് പറയേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്താണ് അവന്റെ വന്ന്, തിന്മ ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് ഞാൻ നല്ല ചിന്ത വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് അന്ന് അതിൽ തുടരുക? എങ്ങനെയാണ് അവനത് ആ ഒരു ന്യായീകരണം അതിന് പറയാൻ സാധിക്കുക? ഈ ഒരു ഹദീസ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അത് പിടിച്ചിട്ട് പറയാണ്, എന്താണ് മുഹമ്മദിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിന്ത അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഇതുമായിട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരാൾ തിന്മ ചെയ്തിട്ട് ഞാൻ അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത വെക്കുന്നവനാണ് എന്ന് പറയാൻ സാധിക്കുക? അത് തെറ്റായിട്ടുള്ള ഒരു വാദമാണ്. ഇനി എന്താണ് ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തി ചെയ്യേണ്ടത്? അവൻ ചെയ്യേണ്ടത് അവന്റെ അമല് നന്നാക്കുകയും അള്ളാഹുവിൽ നല്ല പ്രതീക്ഷ വെക്കുകയുമാണ്, നല്ല ചിന്ത വെക്കുകയുമാണ് വേണ്ടത്. ഒരു ഹദീസ് കാണാം, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാനായിട്ടുള്ള ആള് എന്ന് പറഞ്ഞാൽ അവന്റെ നഫ്സിനെ പരിശീലിപ്പിക്കുകയും പരലോകത്തേക്ക് വേണ്ടി, മരണത്തിന് ശേഷമുള്ളതിന് വേണ്ടി ഒരുക്കുകയും വിഭവങ്ങൾ ഒരുക്കുന്നവനുമാണ്. വൽ ആജിസു, ദുർബലൻ അല്ലെങ്കിൽ ദുർബലതയുള്ളവൻ എന്ന് പറഞ്ഞാൽ മൻ അത്ബഅ നഫ്സഹു ഹവാഹ വതമന്ന അലല്ലാഹ്, അവൻ സ്വന്തത്തെ ഇച്ഛകൾക്ക് പിന്നാലെ പോവുകയും എന്നിട്ട് അള്ളാഹുവിൽ നല്ല പ്രതീക്ഷയും വെച്ച് ജീവിക്കുന്നവനാണ്. സ്വന്തത്തെ തിന്മകളിൽ മുഴുകയും എന്നിട്ട് അള്ളാഹുവിൽ നിന്ന് നല്ല പ്രതീക്ഷ, അള്ളതൊക്കെ പുറത്തു തരും, ആ രീതിയിൽ നല്ല ബന്നും വെച്ച് ജീവിക്കുന്നവനാണ് ഈ ഒരു അവസ്ഥയിലുള്ളത് എന്ന് പിന്നെ ആര് പറയാണ്? ഈ ഹദീസിൽ പറയാം. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, وبالجملة فحسن الظن إنما يكون مع اعتقاد أسباب النجاة وأما مع اعتقاد أسباب الهلاك فلا يتأتى إحسان الظن. അപ്പോൾ ഹുസ്നുൽ ദൻ, അള്ളാഹുവിലുള്ള ഹുസ്നുൽ ദൻ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവേണ്ടത് നല്ല അമലുകൾ കൊണ്ടാണ്. തിന്മകളെ കൊണ്ട്, മോശം അമലുകൾ കൊണ്ട് ഒരിക്കലും അള്ളാഹുവിലുള്ള ഹുസ്നുൽ ദൻ ഉണ്ടാവുകയില്ല. ഫഇൻ ഖീല ബൽ യതഅത്താ ദാലിക വയകൂന മുസ്തനിദു ഹുസ്നുൽ ദൻ സിഅത മഗ്ഫിറത്തില്ലാഹി വറഹ്മതിഹി വഅഫ്വിഹി വജൂദിഹി برحمته وعفوه وجوده وأن رحمته سبقت غضبه وأنه لا تنفع العقوبة ولا يضره العفو. ഇനി ഒരാൾ പറയാണ് അള്ളാഹുവിന്റെ കാരുണ്യം വിശാലമാണ്, അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് അവന്റെ കോപത്തിന് മേലെ റഹ്മത്ത്, അത് വിശാലമായെന്നുള്ളതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് അവൻ പറയുന്നത് എങ്കിൽ അതിനുള്ള മറുപടി ഖീല അൽ അംറു ഹകദ, കാര്യം അങ്ങനെ തന്നെയാണ്, അതിലൊരു സംശയമില്ല. അള്ളാഹുവിന്റെ കോപത്തേക്കാൾ വലുതാണ് അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ ശിക്ഷയേക്കാൾ വലുതാണ് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്, അതിലൊരു സംശയമില്ല. എന്നിട്ട് പറയാണ് വല്ലാഹു ഫൗഖ ദാലിക്, നീ എന്തൊക്കെ പറഞ്ഞാലും അതിനേക്കാൾ മുകളിലാണ് അള്ളാഹ്. നീ പറയുന്നതിനേക്കാൾ പാപം പൊറുക്കുന്നവനും മാന്യനായിട്ടുള്ളവനും കാരുണ്യം കാണിക്കുന്നവനുമാണ്. പക്ഷെ അതിന് യോജിച്ച സന്ദർഭം വരുമ്പോഴേ ഉണ്ടാവുള്ളൂ, അതിന് യോജിച്ച സന്ദർഭത്തിലെ അള്ളാഹു അതുപോലെ ആവുകയുള്ളൂ. ഫഇന്നഹു സുബ്ഹാനഹു മൗസൂഫുൻ ബിൽ ഹിക്മ, അള്ളാഹു ഹിക്മത്തുള്ളവനാണ്, യുക്തിയുള്ളവനാണ്. വൽ ഇസ്സ, പ്രതാപമുള്ളവനാണ്. വൽ ഇന്തിഖാം, ശിക്ഷിക്കുന്നവനാണ്. വശിദ്ദത്തുൽ ബത്ഷ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. വഉഖൂബത്തി മൻ യസ്തഹിഖുൽ ഉഖൂബ, ശിക്ഷക്ക് അർഹനായവനെ ശിക്ഷിക്കുന്നവനാണ്. ഫലൗ കാന മുഅവ്വൽ ഹുസ്നുൽ ദന്ന ബിഹി അലാ മുജറദി സിഫാതിഹി വസ്മാഇഹി ലശ്തറക ഫീ ദാലികൽ ബർരി വൽ ഫാജിർ. നീ ഒരാൾ വിചാരിക്കുകയാണ് അള്ളാഹു ഈ പാവം പൊറുക്കുന്നവനും ഇതൊക്കെ ചെയ്യുന്നവനാണെന്ന് പറയുകയാണെങ്കിൽ അത് അള്ളാഹിന്റെ സിഫത്താണെന്ന് നിരുപാധികം പറയുകയാണെങ്കിൽ അതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. പുണ്യം ചെയ്യുന്നവനും തെമ്മാടിയോടൊക്കെ ഒരുപോലെ ആവണ്ടേ? ഒരാൾ നല്ല രീതിയിൽ അള്ളാഹിനനുസരിച്ച് ജീവിക്കുന്നു, ഒരാൾ അള്ളാഹിനോട് തെമ്മാടിയായി ജീവിക്കുന്നു. അള്ളാഹു ഗഫൂർ ആണെന്നുള്ള നാമമോ അള്ളാഹുവിന്റെ അഫു എന്നുള്ള സിഫത്തോ മൊത്തമായിട്ട് എല്ലാവർക്കും പറയുകയാണെങ്കിൽ എല്ലാവരോടും ഒരുപോലെ ആവൂലേ? എല്ലാവരോടും ഒരുപോലെയാവും. പക്ഷെ അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. മുഅ്മിനും കാഫിറും എല്ലാവരും ഒരുപോലെയാവും. പക്ഷെ അങ്ങനെയല്ല. ഫമാ യൻഫഉൽ മുജ്രിമ അസ്മാഉഹു വസിഫാതുഹു വഖദ് ബാഅ ബിസഖതിഹി വഗളബിഹി. ഒരു തെമ്മാടിക്ക്, അള്ളാഹുവിന്റെ കോപം വാങ്ങിയിട്ടുള്ള ഒരു തെമ്മാടിക്ക് ഒരിക്കലും അള്ളാഹുവിന്റെ നാമങ്ങളോ വിശേഷണങ്ങളോ ഉപയോഗപ്പെടുകയില്ല. തിന്മയിൽ മുഴുകുന്നവന്, അള്ളാഹുവിന്റെ പരിധി ലംഘിക്കുന്നവന്. ബൽ, പക്ഷേ ഹുസ്നുൽ ദന്നി യൻഫഉ മൻ താബ വനദമ വഖലഅ.
ആരാണോ പശ്ചാത്തപിക്കുന്നത്, ആർക്കാണോ ഖേദമുണ്ടാകുന്നത്, ആരാണോ തിന്മകൾ ഒഴിവാക്കുന്നത്, അവനാണ് ഹുസ്നുൽ ദൻ ഉപകരിക്കുക. വബദ്ദല സയ്യിഅത ബിൽ ഹസന, അവന്റെ തിന്മകൾ അവൻ നന്മകൾ കൊണ്ട് പകരം വെക്കുന്നു. വസ്തഖ്ബല ബഖിയത ഉംരിഹി ബിൽ ഖൈരി വത്താഅ, അവന്റെ ബാക്കിയുള്ള കാലം നന്മയിലായിക്കൊണ്ട് നടക്കുന്നു. ثم حسن الظن بعدها, പിന്നെ അല്ലാഹുവിനെ കുറിച്ച് നല്ല ദന്ന് വെക്കുന്നു. ഫഹാദാ ഹുവ ഹുസ്നുൽ ദൻ, ഇതാണ് ശരിക്കുള്ള ഹുസ്നുൽ ദൻ. വൽ അവ്വലു ഗുറൂറുൻ, എന്നാൽ മറ്റേത് പറഞ്ഞതോ എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് അള്ളാഹ് പൊറുത്തരുന്ന് പറയുന്നവനോ അത് ഗുറൂറാണ്, അത് വഞ്ചനയാണ്, കബളിപ്പിക്കലാണ്. വല്ലാഹുൽ മുസ്തആൻ, അല്ലാഹു ആണ് സഹായം തേടുന്നവൻ. എന്നിട്ട് പറയാണ് വലാ തസ്തദിൽ ഹാദൽ ഫസ്ല ഫഇന്നൽ ഹാജത ഇലൈഹി ശദീദത്തുൻ ലികുല്ലി അഹദ് ഫഫർഖുൻ ബൈന ഹുസ്നുൽ ദൻ ബില്ലാഹി വബൈനൽ ഗുറൂർ ബിഹി ഖാല അല്ലാഹു തആല. ഈ ഒരു ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് കാരണം ഇത് വളരെ ആവശ്യമുള്ളതാണ്, ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്താണ് അള്ളാഹുവിലുള്ള ഹുസ്നുൽ ദന്നും എന്താണ് അള്ളാഹുവിലുള്ള ഗുറൂറും. അധികം ആളുകൾ അകപ്പെട്ടു പോവുക തിന്മ ചെയ്താൽ ഗുറൂറിലാണ്. ഹുസ്നുൽ ദന്നാണെന്ന് വിചാരിക്കും, പക്ഷെ അകപ്പെട്ട ഏതിലാണ്? ഗുറൂറിലായിരിക്കും, പല തെളിവുകളും പിടിച്ചിട്ട്. അപ്പൊ അത് കൂടുതൽ വിശദീകരിക്കാതെ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് 1-2 ആയത്ത് കൊടുത്ത് പറയാണ്. സൂറത്തുൽ ബഖറയിലെ 218-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാഹി ഉലൈക യർജൂന റഹ്മത്തല്ലാഹ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ, ഹിജ്റ പോയവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർ, അവർ അള്ളാഹുവിന്റെ കാരുണ്യമാണ് പ്രതീക്ഷിക്കുന്നത്. ഇബ്നുൽ ഖയ്യിം പറയാണ് ഫജഅലഹ ഉലൈ അഹ്ലർ റജാ, ഈ കൂട്ടരെയാണ് റജാന്റെ ആളുകൾ പറഞ്ഞത്. ഈമാനുള്ള, ഹിജ്റ ചെയ്ത, ജിഹാദ് ചെയ്ത, സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകളെയാണ് റജാഇന്റെ ആളുകളായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുപോലെ വേറെയും ആയത്ത് സൂറത്തുൻ നഹ്ലിലെ 110-ാമത്തെ ആയത്ത്, ثم إن ربك للذين هاجروا من بعد ما فتنوا ثم جاهدوا وصبروا إن ربك من بعدها لغفور رحيم. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്യുകയും ജിഹാദ് ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്യുന്നവർ അവരോടാണ് അള്ളാഹു ഗഫൂറും റഹീമും ആകുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ എവിടെയെല്ലാം അള്ളാഹു പാവം പൊറുക്കുന്നതും മറ്റുള്ള കാര്യങ്ങളെല്ലാം പറയുന്നതോ അവിടെയൊക്കെ എന്താണ് നിബന്ധന? അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന നന്മകളിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവരാണ്. തിന്മയിൽ മുഴുകിക്കൊണ്ട്, തിന്മയിൽ തുടർന്നുകൊണ്ട് അള്ളാഹുവിനോട് ഒന്നും പശ്ചാത്തപിച്ച് മടങ്ങാതെ, അള്ളാഹുവിനോട് രക്ഷ തേടാതെ അതിൽ മുഴുകുന്ന ആളുകൾ അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഗുറൂറാണ്, അത് പിഴച്ച വാദമാണ്. എന്നിട്ട് പറയാണ് ഫൽ ആലിമു യളഉ റജാഅ മവാദിഅഹു, അറിവുള്ളവൻ എവിടെയാണോ പ്രതീക്ഷ വെക്കേണ്ടത് അവിടെ വെക്കും. വൽ ജാഹിൽ, എന്നാൽ വിഡ്ഢിയോ, അൽ മുഖ്തർ കബളിപ്പിക്കപ്പെട്ടവനോ, യളഉ ഫി ഗൈരി മവാദിഇഹി, പ്രതീക്ഷ വെക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടായിട്ടാണ് പ്രതീക്ഷ വെക്കുക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഹുസ്നുൽ ദൻ എന്ന് പറഞ്ഞാൽ അത് നല്ലത് ചെയ്തുകൊണ്ട് അള്ളാഹുള്ള പ്രതീക്ഷയാണ്. അതല്ലാതെ തിന്മകൾ മുഴുകിക്കൊണ്ട് അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ് എന്ന് പറയുകയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആയത്തുകളെയോ ഹദീസുകളെയോ വാദങ്ങളെയോ കൊണ്ടുവരിക ചെയ്യുന്നത് ഗുറൂറിൽപ്പെട്ട കാര്യമാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്തത് അള്ളാഹുവിന്റെ അഫ്വും അള്ളാഹുവിന്റെ അമ്രും ഇത് തമ്മിലുള്ള ബന്ധമാണ് അടുത്തത് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ അതിന്റെ കാര്യങ്ങൾ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين. الحمد لله رب العالمين.